Namaste. So, in the BPAC 131 Perspectives on Public Administration, അതിൻ്റെ Namaste. In the BPAC 131 Perspectives on Public Administration, Unit 13, Unit 13, Public Interest അപ്രോച്ചിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. അതായത് യൂണിറ്റ് 13. അപ്പം അതിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക്സ് പബ്ലിക് ഇൻട്രസ്റ്റ് അപ്രോച്ചിൻ്റെ മെയിനായിട്ട് വരുന്നത് കൺസെപ്റ്റ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. 2, കാരണം ഓരോരുത്തരുടെ വ്യൂസാണത്. എമിനന്റ് പേഴ്സണാലിറ്റീസിൻ്റെ മാനേജ്മെൻറ്റ് കൺസെപ്റ്റാണ് നമ്മൾ ഓരോരോ യൂണിറ്റിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലെ കൺസെപ്റ്റ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. രണ്ടാമത് അപ്രോച്ചസ് ടു പബ്ലിക്, ഏത് വിധത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം ഓരോരോ പബ്ലിക് ഇൻട്രസ്റ്റിനെ മീറ്റ് ചെയ്യാൻ. അടുത്തത് റെസ്പോൺസ്, ഉത്തരവാദിത്യം. പബ്ലിക് ഇൻട്രസ്റ്റിനോട് നമ്മൾ ഏത് കടപ്പാട്, ഓരോരുത്തരെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സോ ഇൻ എനി ആക്ടിവിറ്റി ദാറ്റ് ടേക്ക് പ്ലേസ് ഫോർ പേഴ്സണൽ ഓർ സോഷ്യൽ ഓർ കമേഴ്സ്യൽ റീസൺസ്, ചിലത് കമേഴ്സ്യൽ റീസണാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ. ഈവൻ ഗവൺമെൻറ്റിൽ അത് കമേഴ്സ്യൽ റീസൺസ് ഉണ്ട്. ചില പബ്ലിക് സെക്ടറിൻ്റെ ടീക്കുണ്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പലതും കമേഴ്സ്യൽ വേ ഓടുന്നതുണ്ട്. സോഷ്യലായിട്ടുണ്ട്, കമേഴ്സ്യൽ വേ ഉണ്ട്. പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീസ്, NTPC, BHEL ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കമേഴ്സ്യൽ റീസൺസും ഉണ്ട്. എൻ എലിമെൻ്റ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. പക്ഷേ ഇതെല്ലാം ഓടുന്നത് പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ കീപ്പ് ചെയ്തിട്ടാണ്. ഓരോന്നിനും സെറ്റപ്പ് ചെയ്തതിന് ഓരോരോ ഉദ്ദേശമുണ്ട്. ഓരോരോ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങും കോർപ്പറേഷൻസും നോക്കൂ. ചെറിയൊരു എക്സാമ്പിൾ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കാരണം അവരാണ് നമ്മുടെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ഇന്ത്യയിൽ അവകാശപ്പെട്ടത്. കാരണം റേഷൻ ഷോപ്പിനും ഒക്കെ അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഗ്രെയിൻസ്, റൈസ് ആയിക്കോട്ടെ, വീറ്റ് ആയിക്കോട്ടെ, അത് സ്റ്റോർ ചെയ്തിട്ട് സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ പ്രകാരം ഓരോരോ സ്റ്റേറ്റിനെ അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റേറ്റിലെ ഗോഡൗൺ ഉണ്ട്, അവിടെ കീപ്പ് ചെയ്യുന്നു. അവരവിടെ നിന്ന് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി റേഷൻ ഷോപ്പിലേക്കൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇത്. അപ്പോൾ അതൊക്കെ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. ഈ ഗിവൺ കൺസിഡറേഷൻ ആൻഡ് വേരിയസ് ആക്ട്, ഇതിൽ പലരും അടങ്ങിയിട്ടുണ്ട്. പല ഏജൻസീസ് ഉണ്ട് ഓഫ് അവർ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റി ഉൾപ്പെട്ട പലരും ഉണ്ട് അതിൽ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ലെജിസ്ലേഷൻ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, നിയമപരമായിട്ടുണ്ട്. ആൻഡ് ഈവൻ ദ സിവിൽ സൊസൈറ്റി ആൻഡ് മീഡിയ ഇൻ്റർവീൻ ഔട്ട് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. ഇത് ഞാൻ മീഡിയയെ പറ്റിയിട്ട് പിന്നീട് പറയാം. അപ്പോൾ എല്ലാവരുടെയും, അതായത് ജുഡീഷ്യറി ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, സിവിൽ സൊസൈറ്റി ആയിക്കോട്ടെ, എല്ലാവർക്കും ഇതിൻ്റെ ഓരോരോ അവരുടേതായ ഓരോരോ ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതെല്ലാം ടുവേർഡ്സ് പബ്ലിക്കാണ്. അപ്പം അതിന് മീഡിയ, ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് മീഡിയ എപ്പോഴും ജനത്തിന് ഉപകാരപ്രദമായിട്ട് വേണം ചില സമയത്ത്. കാരണം എന്താ അറിയോ, ഈ നമ്മുടെ അത് ഞാൻ പറയുന്നുണ്ട് അവസാനം, ഈ മീഡിയ 4th പില്ലർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം 4ാമത്തെ പില്ലറാണത്. എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ, ജുഡീഷ്യറി, പിന്നെ അത് കഴിഞ്ഞ് 4ാമത്തെയാണ് മീഡിയ. അപ്പം മീഡിയയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എന്തെല്ലാം ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും വിപരീതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ജനങ്ങളുടെ ചില സഫറിങ്സ്, ബുദ്ധിമുട്ടുകൾ പലതുണ്ടല്ലോ, അതെല്ലാം ഹൈലൈറ്റ് ചെയ്യുകയാണ് മീഡിയ. ഇൻ്റർവ്യൂ ചെയ്തിട്ട് അത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ. അല്ലാതെ ഇന്ന് ചില സമയത്ത് കാണാൻ നമ്മുടെ മീഡിയ ചിലപ്പോൾ ന്യൂട്രൽ വേ നമ്മൾ ചില സമയത്ത് കാണുന്നില്ല ചിലത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് സത്യാവസ്ഥ അറിയാൻ പറ്റുന്നില്ല ചിലപ്പോഴേ. അപ്പോൾ അതാണ് ബിക്കോസ് ദിസ് സൈഡ് ഓർ ദാറ്റ് സൈഡ്. അപ്പം
പക്ഷേ യഥാർത്ഥത്തിൽ മീഡിയയുടെ റോൾ എന്താണ്? ടു ഹൈലൈറ്റ് ദ പബ്ലിക് ഗ്രീവൻസസ്, പ്രോബ്ലംസ് ഇഫ് എനി, ടു ദ, അതായത് ജനങ്ങളുടെ മുമ്പാകെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ, അതോറിറ്റീസിന്റെ മുമ്പാകെ ഇതെല്ലാം അവതരിപ്പിക്കലാണ് മീഡിയയുടെ പണി. അതാണ് മീഡിയ. ഓക്കെ, നൗ ഇനി കൺസെപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, പബ്ലിക് ഇൻട്രസ്റ്റ്, എയിംസ്, അതായത് ഉദ്ദേശം, അതായത് ആശയം. ഇനി കൗടില്യ അർത്ഥശാസ്ത്ര. ആരാണ് കൗടില്യ അതായത് അർത്ഥശാസ്ത്ര. ഓക്കെ, ഈസ് ആൻ ആൻഷ്യന്റ് ഇന്ത്യൻ, സംസ്കൃതത്തിലുള്ള ഒരു വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു ഇതാണ് അർത്ഥശാസ്ത്രം. തമിഴില് ഇതിലൊക്കെ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ബുക്കാണ്. അതിൽ എന്താണ് മെൻഷൻ ചെയ്തതെന്ന് വെച്ചാൽ, എങ്ങനെ ഭരിക്കണം, എങ്ങനെ എക്കണോമിക് പോളിസി ഏത് വിധത്തിൽ കൊണ്ടുവരണം. അതായത് നമ്മൾ ചില സമയത്ത് എക്കണോമി വളരെ ഡൗൺ ആണ്, ചില മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കോവിഡിന് ശേഷം കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ സ്റ്റേബിളായിട്ട് വരുന്നുണ്ട്. അപ്പൊ എക്കോണമി എങ്ങനെ സ്റ്റേബിൾ ആയിരിക്കണം, ഭരിക്കുന്നതിന്റെ ടെക്നിക്സ്, അത് ഏത് വിധത്തിൽ ഭരിക്കണം, അതിനെ പറ്റിയിട്ട് ഈ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ പുറമെ മിലിറ്ററി സ്ട്രാറ്റജി, മിലിറ്ററിയിൽ ആ ടൈമിലൊക്കെ പണ്ട് എത്രയോ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ട്രാറ്റജി, മിലിറ്ററി ഓപ്പറേഷൻസിനെ പറ്റിയിട്ടാണ് എഴുതിയത് കുറേ കാലങ്ങൾക്ക് മുമ്പേ ആണ്. ശ്രദ്ധിക്കണേ. അപ്പോൾ ആ സമയത്ത് പല യുദ്ധങ്ങൾ, രാജാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് എഴുതിയ ബുക്കാണത്. അപ്പോൾ കൗട്ടില്യ ഓൾസോ ഐഡന്റിഫൈഡ് ആസ് വിഷ്ണുഗുപ്ത, അദ്ദേഹത്തിനെ വിഷ്ണുഗുപ്ത ചാണക്യ എന്നും അറിയപ്പെടുന്നു നമ്മളെ ഇദ്ദേഹത്തിന്റെ പേരിൽ. അതായത് കൗട്ടില്യ, അതായത് വിഷ്ണുഗുപ്ത ചാണക്യ, ഇതും അയാളുടെ പേരാണ്. പിന്നെ ഇദ്ദേഹം വളരെ എമിനന്റ് സ്കോളറാണ്, വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യനാണ്. തക്ഷശില അവിടെ പ്രവർത്തിച്ചേർന്ന്, മാത്രമല്ല ചന്ദ്രഗുപ്ത മൗര്യന്റെ അഡ്വൈസറും, ഗൈഡ് ചെയ്യുന്ന ആളും ടീച്ചറുമായിരുന്നു നമ്മുടെ ഈ പറയുന്ന ആള് കേട്ടോ. അപ്പൊ അതായത് നമ്മുടെ ചാണക്യൻ, അതായത് കൗട്ടില്യ എന്ന് പറയുന്ന ആള് വളരെയധികം എമിനന്റ് പേഴ്സണാലിറ്റീസ് ആണ്, അക്കാഡമിഷ്യൻസ് ആണ്, പിന്നെ വളരെ ബുദ്ധിശാലിയാണ്, ടീച്ചറാണ്, ഗൈഡാണ് ചന്ദ്രഗുപ്ത മൗര്യയുടെ. ഓക്കെ, ഇതാണ് പറയുന്നത്. ഇനി എന്താണ് ഇദ്ദേഹം, അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ ബുക്കില് എക്കണോമിക് പോളിസി, ഏത് വിധത്തിലെ എക്കണോമി കൺട്രോൾ ചെയ്യണം, എങ്ങനെ ജനസേവനം നടത്തണം, അതിന് പൈസ ഇവിടുന്ന് കണ്ടെത്തണം, ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ മിലിറ്ററി ഓപ്പറേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മിലിറ്ററി ഓപ്പറേഷൻ വളരെ സ്ട്രാറ്റജിക് ഇതുണ്ട്. അതായത് യുദ്ധം പറഞ്ഞാൽ അങ്ങോട്ട് ഇതല്ലല്ലോ. അതായത് ഏത് വിധത്തില് മറ്റുള്ളവരെ കീഴടക്കണം, അതിനുള്ള സ്ട്രാറ്റജിക് ടെക്നിക്സ്, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബുക്കില്. അപ്പോൾ അതേമാതിരി സ്റ്റേറ്റ് ക്രാഫ്റ്റ്, ഭരിക്കുന്നതിനൊരു കഴിവ് വേണം, അതെല്ലാവർക്കും സാധിക്കില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, മനസ്സിലായില്ലേ? ഭരണം എന്ന് പറയുന്നത് അയാളെ നമ്മളെല്ലാം നോക്കിയിരിക്കുന്ന ആള് ആരാ മുകളിലിരിക്കുന്ന വെച്ചാൽ അദ്ദേഹത്തിന്റെ കഴിവാണ്. അപ്പൊ അതൊരു ക്രാഫ്റ്റാണ്, സ്റ്റേറ്റ് ക്രാഫ്റ്റ്, എങ്ങനെ ഭരിക്കണം, അതാണ് ഈ കൗട്ടില്യ പറഞ്ഞത്. ഇനി അടുത്ത് വരുന്നത് തിരുവള്ളുവർ ആരാണ്? തിരുവള്ളുവർ അതായത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. തിരുവള്ളുവർ അതായത് വളരെയധികം പ്രസിദ്ധനായ ഒരു തമിഴിലത്തെ ഒരു, അദ്ദേഹത്തിന് വള്ളുവർ എന്നും പറയുന്നു. സെലിബ്രേറ്റഡ് തമിഴ് പോയറ്റാണ്, തമിഴിലത്തെ ഒരു പോയറ്റാണ് അദ്ദേഹം. ഓക്കെ, ആൻഡ് ഫിലോസഫറാണ് അദ്ദേഹം. ഓക്കെ, പിന്നെ നോൺ ആസ് ദ ഓതർ ഓഫ് തിരുക്കുറൽ ടെക്സ്റ്റ്, തിരുക്കുറൽ എഴുതിയത് ആളാണ്. അതിന് കുറൽ എന്നും പറയുന്നുണ്ട് കേട്ടോ. തിരുക്കുറലിനെ കുറൽ എന്നും പറയും. തിരുക്കുറൽ എഴുതിയ ആളാണ് തിരുവള്ളുവർ. വളരെ വളരെ റെസ്പെക്റ്റബിൾ പേഴ്സണാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധനായ ഒരു ആളാണ്. അദ്ദേഹത്തിന്റെ ബുക്ക് ആണ് സേക്രഡ്. വളരെ നമ്മുടെ എന്താ പറയണ്ടേ, ഭഗവത്ഗീത, ഈവൻ ബൈബിൾ, അതേമാതിരി തമിഴ്നാട്ടിലെ തിരുക്കുറൽ വളരെ അവര് ഇത് ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു പുസ്തകമാണ് കേട്ടോ. എന്താണ് ടെക്സ്റ്റ്? കൺസിഡേർഡ് ആസ് എൻ എക്സെപ്ഷൻ വർക്ക് ഓഫ് തമിഴ് ലിറ്ററേച്ചർ. അതായത് അതിൽ എന്താണ് പ്രത്യേകത? എത്തിക്സിനെ പറ്റി എഴുതിയിട്ടുണ്ട് ആ ബുക്കിൽ. അഹിംസയെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് തിരുവള്ളുവർ. അതിനെപ്പറ്റി ജസ്റ്റിസിനെ പറ്റിയിട്ടും വെർച്യൂസിനെ പറ്റിയിട്ടും പൊളിറ്റിക്സിനെ പറ്റിയിട്ടും എഴുതിയിട്ടുണ്ട്. അതിന് പുറമെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടും ഫാമിലിയെ പറ്റിയിട്ട്, ഫാമിലി എങ്ങനെയായിരിക്കണം, അതായത് വാല്യൂ സിസ്റ്റം ഇൻ ദ ഫാമിലി, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്തായിരിക്കണം, ഏത് വിധത്തിലായിരിക്കണം,
വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് പോളിസി അതിനെ പറ്റിയിട്ട് വളരെ നല്ല വിധത്തിൽ വിവരിച്ചിട്ടുണ്ട്. പിന്നെ ലവ്, എല്ലാവരും ഒന്നാണ് എന്നും എല്ലാവരെയും നമ്മൾ അഫെക്ഷനോട് കൂടി എല്ലാവരോടും പെരുമാറണമെന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് അതിലെഴുതുന്നത്. നോ ദ തിരുക്കുറൽ ഓർ ഷോർട്ട്ലി ദ കുറൽ ഈസ് എ ക്ലാസിക് തമിഴ് ലാംഗ്വേജ്. ദി ടെക്സ്റ്റ് കൺസിസ്റ്റ് ഓഫ് 1330 13,300 ഷോർട്ട് കപ്ലറ്റ്സ്. അതായത് കുറൽ എന്ന് പറഞ്ഞ 7 വേർഡ് ഉപയോഗിച്ച് 1330 ഷോർട്ട് കപ്ലറ്റ് അടങ്ങിയതാണ് കുറൽ, തിരുക്കുറൽ. അതായത് ഇതിന് 3 ബുക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ എന്താണ് ടീച്ചിങ്? വെർച്യു, വെൽത്ത് ആൻഡ് ലവ്. ഇതാണ് തിരുക്കുറൽ. ഓക്കെ, അതായത് ജനങ്ങളുടെ സേവനം. അപ്പൊ അവിടെ ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് പറയണത്. നോ ദി വെൽഫെയർ ഓഫ് ദ പീപ്പിൾ വാസ് കൺസിഡേർഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. പറഞ്ഞു കഴിഞ്ഞു. ദി കോണ്ടംപററി ഇപ്പോഴത്തെ സമയത്ത് ടു ദ നോഷൻ ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ഈസ് ദസ് ഡൈലൂട്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് എന്നുള്ളത് കുറച്ച് ഡൈലൂട്ട് ആയിരിക്കണം. ദ മോഡേൺ അപ്രോച്ച്, നമ്മളുടെ ഓരോരോ അപ്രോച്ച് കൊണ്ട് ആ പബ്ലിക് ഇൻട്രസ്റ്റ് ചിലപ്പോൾ നാമാവിശേഷമായി തീരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ അറിയാമല്ലോ, പല രാഷ്ട്രീയ സ്ഥിതി, കറപ്ഷൻ, പല പല കാര്യങ്ങളിൽ അത് പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനസേവനം എന്ന് പറയുന്നത് ഒരു വ്യവസായമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് ആയിട്ട് കാണുന്നവരുണ്ട്. അതുകൊണ്ട് ആ വാല്യൂ സിസ്റ്റം ചില സമയത്ത് ഡെമിനിഷിങ്ങിലാണ് ചില സമയത്ത്. അപ്പോൾ ഈ ന്യൂ പബ്ലിക് മാനേജ്മെന്റിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിന് വിശദീകരിച്ച് പിന്നീട് പറയാം. സോ ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ പബ്ലിക് ഇൻട്രസ്റ്റ് of the welfare of the people was questioned on grounds of inefficiency. അതായത് ചില സമയത്ത് എഫിഷ്യൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നില്ല പല സ്റ്റേറ്റ് ഗവൺമെന്റും. പല കാര്യങ്ങളും പലരും, ജുഡീഷ്യറി ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, പാർലമെന്റ്, ഇപ്പോൾ ഉദാഹരണം പാർലമെന്റ് ആയിക്കോട്ടെ, ലെജിസ്ലേറ്റീവ് ആക്റ്റീവ് ഡിബേറ്റ് സംടൈംസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലായിക്കോട്ടെ, എവിടെയും ചിലപ്പോൾ നടക്കുന്നില്ല. അങ്ങനെയുള്ള ചില ബില്ലുകളും ഇതൊക്കെ ഉണ്ട്, അവനവനായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നില്ല ആരും, ചിലവർ. അപ്പൊ അതുകൊണ്ട് ചില ഡെമിനിഷിങ് ഒരു മെത്തേഡ് ചില സമയത്തുണ്ട്. ആൻഡ് ദ സ്റ്റേറ്റ് വാസ് ജസ്റ്റ് ആസ്ക്ഡ് ടു ബി എ ഫെസിലിറ്റേറ്റർ rather than being a doer. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാം ഞാൻ തന്നെ ചെയ്യും, എല്ലാം ചെയ്യുന്ന അങ്ങനെയല്ല, ഫെസിലിറ്റേറ്റ് ചെയ്യാണ് വേണ്ടത്, ഓരോന്നും മോണിറ്ററിങ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇതാണ് ഒരു പോയിന്റ്. പിന്നെ അടുത്തത് അബോളിഷനിസ്റ്റ്. അബോളിഷനിസ്റ്റ് ഉന്മൂലവാദി. ഓക്കെ, അപ്രോച്ച് ടു പബ്ലിക് ഇൻട്രസ്റ്റ്. അടുത്ത നെക്സ്റ്റ് നോർമറ്റീവ് പറഞ്ഞ മാനദണ്ഡം, തിയറി, ചില പബ്ലിക് ഇൻട്രസ്റ്റിന്റെ മാനദണ്ഡം. പിന്നെ കൺസെൻസുവലിസ്റ്റ് പറഞ്ഞ ഉഭയസമ്മതം, കമ്മ്യൂണിറ്റേറിയൻ പറഞ്ഞ സാമൂഹ്യമായ പ്രോസസ് തിയറി, എല്ലാവരും കൂടി ഒരുമിച്ച് സമൂഹത്തിന് വേണ്ടിയുള്ളതാണത്. അഗ്രഗേറ്റ് പറഞ്ഞ ആകെത്തുക ഉള്ള മോഡല്. പ്ലൂറലിസ്റ്റ് മോഡൽ പറഞ്ഞ ബഹുസ്വരത. അതെല്ലാം പുസ്തകത്തില് ശരിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ സമ്മറിയാണിത് പറയുന്നത്. പിന്നെ meeting current public interest. Now, public interest and democratic values mutually and civic interest, പരസ്പരം ആയിട്ടുള്ള പബ്ലിക് ഇൻട്രസ്റ്റും ഡെമോക്രസിയുടെ വാല്യൂസ് മനസ്സിലാകണം. ഡെമോക്രാറ്റ് കൺട്രി എന്ന് പറഞ്ഞാൽ പോലെ നമ്മളെ അതിൻ്റെ വാല്യൂ, അതിൻ്റെ നമ്മുടെ ഈ ഫോർഫാദേഴ്സ് ഇത് എത്ര പണ്ട് നമ്മുടെ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടതും ആ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതും അതിൻ്റെ കമ്മിറ്റി ഇതും പലരും ലൈക്ക് നെഹ്റു, നമ്മുടെ രാജേന്ദ്ര പ്രസാദ്, BR അംബേദ്കർ, അങ്ങനെ പലരും ഓരോ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ സർദാർ വല്ലഭായ്, അങ്ങനെ പലരും. അപ്പൊ അവരും എല്ലാവരും ഓരോരുപടി ആളുകൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അങ്ങനെ നമ്മുടെ ഡെമോക്രസി, അതായത് റിപ്പബ്ലിക്കായിട്ട് പരിണമിച്ചത് 26/1/1950. അപ്പൊ ഇതില് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതിന് സർട്ടൻ വാല്യൂസ് ഉണ്ട്. അപ്പോൾ സിവിക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് വാല്യൂ, മ്യൂച്വലി ആൻഡ് സിവിക് ഇൻട്രസ്റ്റ് പറഞ്ഞു. ഇനി മീറ്റിംഗ് ഫ്യൂച്ചർ പബ്ലിക് ഇൻട്രസ്റ്റ്, ഫ്യൂച്ചറിന്റെ എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് അത് പറയുന്നുണ്ട്. പിന്നെ സസ്റ്റൈനബിലിറ്റി, നിലനിൽപ്പ്, അതായത് സ്റ്റേബിളായിട്ട് ഗവൺമെന്റ് ഇല്ല, അല്ലെങ്കിൽ സെൻട്രൽ ഇല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഇല്ല എങ്കിൽ ചില സമയത്ത് വലിയ ബുദ്ധിമുട്ടുകൾ വരും, അല്ലേ? സ്റ്റേറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് റൂൾ വരും,
ഇന്ത്യയിലില്ലെങ്കിലോ അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ വലിയ നമ്മുടെ കൊലിഷൻ ഗവൺമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് വരും. പിന്നെ ലീഗസി, പൈതൃകം, ലീഗസി, ട്രസ്റ്റി പ്രിൻസിപ്പിൾ, ഓരോരുത്തരുടെ പല കമ്പനികളും അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഓക്കെ, സസ്റ്റൈനബിലിറ്റി ഞാൻ ആൾറെഡി പറഞ്ഞു. ചെയിൻ ഓഫ് ഓബ്ലിഗേഷൻ പ്രിൻസിപ്പിൾ, അതായത് ബാധ്യതകള്, അതായത് കടപ്പാട്, അതിന്റെ പ്രിൻസിപ്പിൾ. പ്രിക്കോഷണറി, മുൻകരുതല്. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ പബ്ലിക് പോളിസീസ്, ആക്ട് പബ്ലിക് പോളിസി കണ്ടമാനുണ്ട്, ഓരോരോ പോളിസീസ് ഉണ്ട് നമ്മള്. ഓക്കെ, പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ പബ്ലിക് പോളിസീസ് ആക്ട്, പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻ ലീഗൽ പെർസ്യൂട്ട്സ്. ഓക്കെ, എന്താ പെർസ്യൂട്ട് പറഞ്ഞാൽ പിന്തുടരല്, അതായത് നിയമങ്ങള്. നോക്കൂ, ഓരോരോ ആക്ടുകളുണ്ട്, അത് നമ്മളെ പിന്തുടരണം. ഓരോരോ നിയമത്തിന് നമ്മൾ അതീതമല്ല. അതായത് എല്ലാവർക്കും നിയമം ഒരേ മാതിരിയാണ്. കോടതി വിധിക്കുന്നതും പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇന്ത്യയിൽ പിന്നെ വേറൊരു കാര്യം, ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങള് എല്ലാവർക്കും ബാധകമാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അതോറിറ്റി നമുക്കില്ല. ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണല്ലോ പാർലമെന്റ് അപ്രൂവ് ചെയ്തത്. ഓരോരോ നിയമങ്ങളും പാസ്സാക്കുന്നത് ലോകസഭയും രാജ്യസഭയും ലോട്ട് ഓഫ് ഡിസ്കഷന് ശേഷമാണ്. പിന്നെ അത് ബൈൻഡിങ് ആണ്, നമുക്ക് അത് ഫോളോ ചെയ്യണം. കാരണം ഇന്ത്യയുടെ അപ്പർ ഹൗസിൽ ലോവർ ഹൗസ്, അത് അപ്പർ ഹൗസ് എന്ന് പറയുന്നത് രാജ്യസഭയാണ്, ലോവർ ഹൗസ് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലോകസഭയാണ് ഇന്ത്യയിലത്തെ. മനസ്സിലായില്ലേ? അപ്പൊ ഇവരൊക്കെ അപ്രൂവ് ചെയ്താണ് അവിടെ. അപ്പൊ എന്താ വെച്ചാൽ അതിനുശേഷം ഈ നിയമങ്ങൾ ഉണ്ടാവുന്നു, നിയമങ്ങൾ സ്റ്റേറ്റിന് ഫോർവേഡ് ചെയ്യുന്നു, സ്റ്റേറ്റ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ കൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അത് നമുക്ക് നോക്കൂ, ഉദാഹരണം, ഇൻകം ടാക്സ് എല്ലാവർക്കും ബാധകല്ലേ, സെയിൽസ് ടാക്സ് ബാധകല്ലേ, കസ്റ്റംസ് ബാധകല്ലേ, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട്. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് മീഡിയ, ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയേണ്ടതെന്ന് വെച്ചാൽ സുപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ പബ്ലിക് ഇൻട്രസ്റ്റ് ചില സമയത്ത് മീഡിയ മെയിൻറ്റെയിൻ, അതിൽ പല കാരണങ്ങൾ, അത് ഞാൻ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണ്ടത്തെ അത്ര വിശ്വാസയോഗ്യത ഇല്ല നമ്മുടെ മീഡിയയ്ക്ക്. പ്രിന്റിങ് ആയിക്കോട്ടെ, പ്രിന്റഡ് മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെലിവിഷൻ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, പിന്നെ അത് ചില സമയത്ത് വിശ്വാസയോഗ്യതയായിട്ടുള്ള ചില ന്യൂസൊന്നും നമുക്ക് കിട്ടുന്നില്ല. പലതും പല എന്താ പറയണ്ടേ, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഓൾ മീഡിയ ഹൗസസ് ആർ ഓൺഡ് ബൈ സം ഗ്രൂപ്പ്സ്. അപ്പൊ അവർക്ക് അവരുടേതായ ഓബ്ലിഗേഷൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അരിസ്റ്റോട്ടൽ മൂട്ടഡ് ദാറ്റ്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൊസൈറ്റി കംപ്രൈസസ് കമ്മ്യൂണിറ്റീസ് that come together for some good, mostly for well-being of citizens. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ the society comprises community that come together, അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നു നല്ലതിന് വേണ്ടിയിട്ട്, മോസ്റ്റ്ലി ഫോർ well-being of citizens, ജനങ്ങളുടെ നല്ല പുരോഗതിക്ക് വേണ്ടി ജനങ്ങൾ മുന്നിട്ടിറങ്ങുന്നു. ന്യൂ പബ്ലിക് മാനേജ്മെന്റ് wherein പ്രൊമോഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ പ്രിൻസിപ്പിൾ. പ്രൈവറ്റ് സെക്ടർ അറിയാലോ, നമ്മുടെ ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം സഹിതം പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഇന്ത്യ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ, കിട്ടുന്നതിന് മുമ്പേ, 47 മുമ്പേ, നമ്മുടെ സ്റ്റീലിനും മറ്റതിനൊക്കെ വളരെ ടാറ്റ അയറൺ സ്റ്റീൽ ലിമിറ്റഡ് നമ്മുടെ ജംഷഡ്പൂരിലെ നമ്മുടെ 1921 സ്ഥാപിച്ചതാണ്. അത് വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്രൈവറ്റ് സെക്ടറിലെ ടാറ്റയുടെ കീഴിൽ വന്നതാണ്. എത്രയോ ലക്ഷം ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഇന്നും ജോലി ചെയ്യുന്നത്. പ്രോഫിറ്റ് മേക്കിംഗ് ആണ്, വളരെ വളരെ പ്രസിദ്ധിയാർജിച്ച ഒരു സ്ഥാപനമാണ്. അന്നും ഇന്നും ഹൈ ക്വാളിറ്റി സ്റ്റീലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, റെയിൽവേക്കും ഒക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ പല പ്രൈവറ്റ് കമ്പനികളും ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ കൂടുതൽ ഇതിൽ പറയുന്നില്ല. അപ്പൊ പ്രൈവറ്റിന് കാരണം എല്ലാം ഗവൺമെന്റിന് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിനാകുമ്പോൾ ചില ഓബ്ലിഗേഷൻസ് ഉണ്ട്, അതാണ് വേറൊരു കാര്യം. കാരണം എന്താ വെച്ചാൽ അവരുടെ മെന്റാലിറ്റി, ഗവൺമെന്റിന്റെ ഉദ്ദേശം പ്രോഫിറ്റ് ഉണ്ടാക്കുക മാത്രമല്ല. പ്രൈവറ്റ് അതല്ല, സോഷ്യൽ സേവനം ചെയ്യുന്നതിനോടൊപ്പം അവരുടെ കമേഴ്സ്യൽ ആംഗിൾ ഉണ്ട് അവരുടെ, കേട്ടോ. ഇപ്പൊ ഞാൻ പറയട്ടെ ഉദാഹരണം. ഇപ്പൊ എയർ ഇന്ത്യ പണ്ട് പറഞ്ഞ ഈ ഒരാഴ്ച മുമ്പേ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിലായിരുന്നു അത്. ഇനി പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് ആകുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ചില സമയത്ത് കൊടുത്ത കാര്യങ്ങളൊന്നും നമുക്ക്, ഇപ്പൊ ഉദാഹരണം ഇറാഖില് അല്ലെങ്കിൽ ഇറാനില്, സോമാലിയയില് ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കൊണ്ടുവച്ചാൽ അതിന് പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും.
മനസ്സിലായില്ലേ? കാരണം എന്താ, പ്രൈവറ്റ് ആണത്. നേരെ മറിച്ച് പണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് എയർ ഇന്ത്യയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ വരും, മനസ്സിലായില്ലേ? പക്ഷെ ഇതൊക്കെ അനിവാര്യമാണ്. ഉദാഹരണം, ഇപ്പൊ ഈ പണ്ട് സിവിൽ ഏവിയേഷൻ പറഞ്ഞ ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യ മാത്രമേ ഉണ്ടാവും. ഇന്ന് നോക്കൂ, ആകാശം മുഴുവനും പ്ലെയിനാണല്ലോ, പുതിയ പുതിയ ഓരോരോ ഇതല്ലേ അല്ലേ, പുതിയ ഓരോരോ പല കമ്പനികളും ഉണ്ട് അല്ലേ, ഇപ്പൊ ഇന്റർനാഷണൽ ആയിക്കോട്ടെ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ. അപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് is interchangeably used with other terminology such as public welfare. പബ്ലിക് ഇൻട്രസ്റ്റിനെ നമ്മൾ വേറെ വിധത്തിൽ പറയുന്നുണ്ട്, പബ്ലിക് വെൽഫെയർ, പബ്ലിക് ഗുഡ്, പബ്ലിക് സർവീസ് ആൻഡ് കോമൺ ഗുഡ് എന്നും പറയുന്നുണ്ട്. എന്താണ് കോഴ്സ് ഓഫ് ലൈഫ് ഇൻട്രസ്റ്റ്? എന്താണ് കോഴ്സ് ഓഫ് ലൈഫ് ഇൻട്രസ്റ്റ്? അത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ആർ എസെൻഷ്യൽ ഫോർ, ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങള്, ഹെൽത്ത്, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, മെഡിക്കൽ കെയർ, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്, റിസർച്ച്. ഇതാണ് ലൈഫ് ഇൻട്രസ്റ്റ്. ലൈഫിൽ ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ അല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആവശ്യമല്ലേ? വീട്, വെള്ളം, വസ്ത്രങ്ങള്, മെഡിക്കൽ കെയർ, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെന്റ്. ജോലി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? രണ്ടാമത് ഇംപ്രൂവ് ഇൻട്രസ്റ്റ്, അതായത് കൂടുതൽ നമ്മുടെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചീവിങ് ഹാപ്പിനെസ്. അതിനു വേണ്ടി നമ്മളെ അറിയാലോ, പണ്ട് സ്കൂട്ടർ ആയിരുന്നു, ഇപ്പൊ കാറ്, അങ്ങനെ പലതും ആ മോഡൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇംപ്രൂവിങ് ലിവിങ് സ്റ്റാൻഡേർഡ്സിന്റെ അത് ദാറ്റ് ഈസ് സെക്കൻഡ് ട്രെയിന് ഇംപ്രൂവിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. അപ്പോ വോയിസസ് ഓഫ് ദ മൈനോറിറ്റി റിസീവ് ലിറ്റിൽ അറ്റൻഷൻ. ജനങ്ങൾക്ക് മൈനോറിറ്റി ആണെന്ന് വെച്ചാൽ ചില സമയത്ത് അറ്റൻഷൻ വേണ്ട, അഡ്വക്കേറ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കേണ്ടതാണ്. മൈനോറിറ്റി ആകുമ്പോൾ ചില സമയത്ത് അഡ്വക്കേറ്റ് അറ്റൻഷൻ ചിലപ്പോൾ കിട്ടുന്നില്ല. അപ്പൊ അതിനുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡെമോക്രാറ്റിക് വാല്യൂസ് ലൈക്ക് ജസ്റ്റിസ്, നമ്മുടെ ഭരണഘടന പ്രകാരം ഡെമോക്രാറ്റിക് വാല്യൂ, എല്ലാവർക്കും ജസ്റ്റിസ്, അവരുടെ വാല്യൂസ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, റൈറ്റ്, എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഉണ്ട്, സോഷ്യൽ വെൽഫെയർ ഉണ്ട്. അങ്ങനെ ഇതെല്ലാം പബ്ലിക് ഇൻട്രസ്റ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പറയാനുള്ളത് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ഇന്നത്തെയും ആൻഡ് ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റി ടുവേർഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. ഇതാണ് ഞാൻ പറയുന്നത്, കറണ്ട് ആൻഡ് ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് പബ്ലിക് ഇൻട്രസ്റ്റ്. അതായത് എന്താണ് കറണ്ട്? ഡെമോക്രസി. ഇന്ന് കറണ്ട് ഡെമോക്രസി പറയുന്നത് മ്യൂച്വൽ ഇതാണ്. എന്താണ് ഡെമോക്രസിയിലെ? അതായത് ഡൈവേഴ്സ്, പ്രൈവറ്റ് ഇൻട്രസ്റ്റ് ആൾസോ നോക്കുന്നു, ഗവൺമെന്റ് ഇൻട്രസ്റ്റ് ആൾസോ നോക്കുന്നു. പിന്നെ പോപ്പുലർ ആണ്, പ്രിഫറൻസസ് ഉണ്ട്, കോസ്റ്റ് ബെനിഫിറ്റ് അനലൈസിസ്, പബ്ലിക് ഒപ്പീനിയൻ, പോൾസ്, എലക്ഷൻസ്, ഇതെല്ലാം നടക്കുന്ന ഡെമോക്രസിയിൽ ഇന്നത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഫ്യൂച്ചറിന്റെ കാര്യം വേറെയാണ്, അത് ഞാൻ പറയാം. പിന്നെ ആക്ട് ആസ് എൻ ഏജന്റ്, ഡെമോക്രസി, ഡെലിഗേറ്റഡ് ഡ്യൂട്ടീസ്, പിന്നെ ചില സ്വേച്ഛാധിപത്യം. ചില സമയത്ത് അത് കൂടുതൽ മെജോറിറ്റി ഒക്കെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വേച്ഛാധിപത്യം കാണാം ചിലപ്പോൾ ഡെമോക്രസിയിൽ. ഓക്കെ, പിന്നെ അതിന് ടിറണി എന്ന് പറയും. ഓക്കെ, ദെൻ മെജോറിറ്റി, എക്സ്ക്ലൂഷൻ പറഞ്ഞാൽ ഒഴിവാക്കുക. പിന്നെ ഡെമോക്രസിയിലും വേണ്ട അത്ര കറപ്ഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? ഡെമോക്രസിയിൽ ഇന്നത്തെ സ്ഥിതിയാണ് പറയുന്നത്. ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് കറപ്ഷൻ ഏറ്റവും കൂടുതലുള്ള ഒരു രാഷ്ട്രത്തിൽ പെട്ടതാണ് ഇന്ത്യ, ആസ് പെർ ദ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കേട്ടോ. വൺ ഓഫ് ദ, ഞാൻ പറയുന്നത് ഏറ്റവും അല്ല, വൺ ഓഫ് ദ. അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഡെമോക്രസിയിൽ അക്കൗണ്ടബിലിറ്റി, ന്യൂട്രൽ കോമ്പറ്റൻസ്, ന്യൂട്രൽ പറഞ്ഞ പക്ഷപാതം പിടിക്കാതെ ചിലത് ചെയ്യണം, പക്ഷപാതം പിടിക്കുന്നവരുണ്ട്, അങ്ങനെയുണ്ട്. ഇനി മ്യൂച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ റെസ്പെക്റ്റും അതുമാതിരി വാല്യൂസും നീഡ്സും കോമൺ ഗുഡ്സും മറ്റുള്ളവർക്ക് വേണ്ടതും ഭരണഘടനാ പ്രകാരം നിങ്ങൾക്ക് അധികാരപ്പെട്ടതും പ്രൊഫഷണൽ വാല്യൂ. ഓരോരോ പ്രൊഫഷൻ ഓരോ വാല്യൂസ് ഉണ്ടല്ലോ. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഏത് പ്രൊഫഷൻ ആയാലും ശരി അതിൻ്റെതായ വില ഉണ്ട്. പിന്നെ അടുത്തത് എലിറ്റിസം, വരണ്യം, പണക്കാരുടെ ഒരിത്, റെപ്രസെന്റേഷൻ, ഇൻഡിവിജ്വൽ ലിബർട്ടി, ഇതൊക്കെയുണ്ട്. ബയസ്, പക്ഷപാതം. ഓക്കെ, ദെൻ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് എന്താ താല്പര്യത്തിന്റെ വ്യത്യാസം. പിന്നെ നിഷ്പക്ഷമായ സിറ്റിസൺ, അതായത് ഇമ്പാർഷ്യാലിറ്റി, സിറ്റിസൺഷിപ്പ്, ഇതൊക്കെയാണ് നമ്മുടെ കറണ്ടിൽ വരെ. ഇനി ഫ്യൂച്ചറിനെ പറ്റി പറയാം. ഫ്യൂച്ചറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സസ്റ്റൈനബിലിറ്റി നിലനിൽക്കുക. അതായത് ഒന്ന് എക്കോളജി, നമ്മുടെ എൻവയോൺമെന്റൽ ആസ്പെക്ട് ആണത്. ബയോളജി,
ഓക്കെ. പിന്നെ അടുത്തത് യൂണിവേഴ്സറ്റാലിറ്റി, ദെൻ ഫിസിക്കൽ വയബിലിറ്റി, ദെൻ പ്രിസർവേഷൻ. ഫോറസ്റ്റ്, ഇതൊക്കെ അറിയാലോ. ഫോറസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മഴയില്ല. അപ്പൊ നേരെ മറിച്ച് ഡീഫോറസ്റ്റേഷൻ പാടില്ല, അഫോറസ്റ്റേഷൻ ആണ് വേണ്ടത്. അപ്പൊ അത് ചില സമയത്ത് അത് പല കാരണങ്ങളാലെ അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ക്ലിയറൻസ് ആണ് എന്തിനും എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ. എന്തിനും ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഗവൺമെന്റ് വരുന്നത്, സെപ്പറേറ്റ് മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമ്മുടെ കാരണം നിങ്ങൾക്കറിയാം ഡിസാസ്റ്റർ, ക്ലൈമാറ്റിക് ചേഞ്ച്, ഇതൊക്കെ പല വിധത്തിലും പല സ്റ്റേറ്റിലും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓഷ്യന്റെ ചൂട്, ഓഷ്യനിലെ അതുകൊണ്ടുള്ള ടെമ്പറേച്ചറിന്റെ, അങ്ങനെ പല 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 കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പിന്നെ എക്കണോമിക് ഡെവലപ്മെന്റിനെ പറ്റി പറയേണ്ട ആവശ്യമുണ്ടല്ലോ. പിന്നെ എന്താ ഫിഡ്യൂഷ്യറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് വിശ്വാസപരമായ താല്പര്യം, അതായത് റെസ്പോൺസിബിലിറ്റി ഫോർ ലൈഫ് ചാൻസസ്, ഇതാണ്. ഇനി ലീഗസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കൾച്ചർ, നമ്മുടെ ഹിസ്റ്ററി, ഓക്കെ, സിവിലൈസേഷൻ, അതേമാതിരി പ്രിസർവേഷൻ, ട്രാൻസ്മിഷൻ, എഡ്യൂക്കേഷൻ. എന്താ എഡ്യൂക്കേഷൻ? നമ്മുടെ ലീഗസി പറയുന്നത് 14 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം. ആ കുട്ടികൾക്ക് പഠിക്കേണ്ട സമയമാണ്. ആ സമയത്ത് എലിമെന്ററി എഡ്യൂക്കേഷൻ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം. 10 പൈസ ചാർജ് ചെയ്യാൻ പാടില്ല. അതാണ് നിയമം. ഭരണഘടന പ്രകാരം എല്ലാവർക്കും അത് അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻസെൻസിറ്റിവിറ്റി, അതായത് സംവേദനക്ഷമ താല്പര്യം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം മിസ് ജഡ്ജ്മെന്റ്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പുതിയ ഇതിൽ പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അടുത്തത് ക്രിറ്റിസിസം ഓഫ് ദിസ് PIA, പബ്ലിക് ഇൻട്രസ്റ്റ്, ഇതിനെ പറ്റിയിട്ടുള്ള ക്രിറ്റിസിസം. നമ്മളെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇന്റർവെൻഷൻസ്, ഫെയിലിയർ ഓഫ് മീറ്റിംഗ് ഈവൻ ദ ബെയർ മിനിമം ബേസിക് റിക്വയർമെന്റ് ചില സമയത്ത് മീറ്റ് ചെയ്യുന്നില്ല, ബ്യൂറോക്രാറ്റ്സ് പ്രവർത്തിക്കുന്നില്ല, പൊളിറ്റീഷ്യൻ ചിലപ്പോൾ റിലയബിൾ അല്ല, പബ്ലിക് ഇൻട്രസ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല, ഓബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് ഉണ്ട്. പിന്നെ വേറെ ഒരു സംഗതി എന്തെന്ന് വെച്ചാൽ സ്പ്രെഡ് ഓഫ് ഗ്ലോബലൈസേഷൻ, അതിനെ പറ്റിയിട്ട് 1990 റൈസ് ഓഫ് കോമ്പറ്റീഷൻ, സംസ്ഥാനത്തിന്റെ ഓരോ കോമ്പറ്റീഷൻ സ്റ്റേറ്റ്, മാനിഫെസ്റ്റേഷൻ ഓഫ് NPM, പിന്നെ ഹൈറാർക്കി ലേഡർ, ഇൻഫ്ലെക്സിബിലിറ്റി ഓഫ് ബ്യൂറോക്രസി, ബിസിനസ് മാനേജ്മെന്റ്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ്. അതായത് ഓരോരോ ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മുടെ കമ്പനികളെ അനുസരിച്ചിട്ട് നമ്മുടെ ഓരോരോ മെർജറും ഇതനുസരിച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യണം. ഡിസിൻറ്റിഗ്രേഷൻ, പിന്നെ അഡോപ്ഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ പറഞ്ഞു, പല പ്രൈവറ്റ് സെക്ടറും നമുക്ക് വേണം. സെറ്റിംഗ് മെഷറബിൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, ഓരോരുത്തരുടെ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് വേണം. പിന്നെ കോൺട്രാക്ടിങ് ഔട്ട്, സാധിക്കാത്ത കാര്യങ്ങൾ പുറമെ കൊണ്ട് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ അസൈനിങ് ദ റോൾ ഓഫ് സ്റ്റിയറിംഗ് ആക്ടിവിറ്റീസ്, എംപവറിംഗ് എംപ്ലോയീസ്. എന്താ എംപവറിംഗ് എംപ്ലോയീസ് പറഞ്ഞാൽ? ആളുകളെ അവർക്ക് എംപവർമെന്റ് കൊടുക്കുക, എംപ്ലോയീസിന് അത് എംപവർ ചെയ്യുക, ജോലി ചെയ്യാൻ അനുവദിക്കുക. ഇതാണ് നമ്മുടെ യൂണിറ്റ് 13. ഓക്കെ. കൺക്ലൂഷൻ ഇതാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ഇൻ ഫോർ ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പബ്ലിക്കാണ്. അതേമാതിരി കമേഴ്സ്യൽ ഓപ്പറേഷൻ അല്ല, അത് ഇവരുടെ പ്രോഫിറ്റ് മെന്റാലിറ്റി അല്ല. ദെർഫോർ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ഈസ് ബിസിനസ് ആൻഡ് റൺ ഫോർ പ്രോഫിറ്റ്, ആൻഡ് പ്രോഫിറ്റിലോടുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഉണ്ട് പലതും. For public interest, the government or state sector does have public interest as a primary objective. Public interest ആണ് primary objective. ആദ്യം ജനസേവനമാണ്. But opening up core services to non-state actors has brought this goal under the scanner. അപ്പൊ പലതും നമ്മൾ വീക്ഷിക്കണം. പല കാര്യങ്ങളൊക്കെ ഏത് വിധത്തിൽ അത് റൺ ചെയ്യണം. അനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യണം. പ്രോളിഫറേഷൻ ഓഫ് നോൺ സ്റ്റേറ്റ്. ഓക്കെ. പ്രോളിഫറേഷൻ പറഞ്ഞാൽ അതായത് വ്യാപനം. ഓക്കെ. നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ ദ ആക്ടിവിറ്റി വിച്ച് വേർ ഹിതർടു ഇതുവരെ ആൻഡ് പെർഫോംഡ് ബൈ ഗവൺമെന്റ്. ഇതുവരെ ഗവൺമെന്റ് ഓടിച്ചേർന്ന ചില സ്ഥാപനങ്ങളെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ്, പക്ഷേ ചില കാര്യങ്ങളെല്ലാം ഡൈലൂട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇൻ ദിസ് ആക്ടിവിറ്റി വിച്ച് വേർ ഹിതർടു പെർഫോംഡ് ബൈ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഹാവ് ഡൈലൂട്ടഡ്. ചില സമയത്ത് അതിന്റെ കൺസെപ്റ്റിന്റെ പബ്ലിക് ഇൻട്രസ്റ്റിനെ ഡൈലൂട്ട് ചെയ്തിരിക്കുന്നു. യൂണിറ്റ് 14. ഓക്കെ. 14 എന്താണ്? ചേഞ്ചിങ്, അതായത് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് അപ്രോച്ച്. അഗെയിൻ ചേഞ്ചിങ് റോൾ ഓഫ് ദ സ്റ്റേറ്റ്
ആൻഡ് എവല്യൂഷൻ ഓഫ് NPM. ഓക്കെ, അതായത് NPM പറഞ്ഞാൽ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്നാണ് കേട്ടോ, NPM ഷോർട്ട് ഫോം. ഇമ്പാക്ട് എന്താണ്? ഇമ്പാക്ട് പറഞ്ഞാൽ സ്വാധീനം ഓഫ് ന്യൂ റൈറ്റ് ഫിലോസഫി. ന്യൂ റൈറ്റ് ഫിലോസഫി പറയുന്നത് പുതിയ വലതുനയ അർത്ഥം, അതാണ് മലയാളം. ന്യൂ റൈറ്റ് ഫിലോസഫി, പുതിയ വലതുനയ അർത്ഥം. നോ കൺസെപ്ച്വൽ, ആശയപരമായ ഫ്രെയിംവർക്ക് ഓഫ് NPM. ശ്രദ്ധിക്കണേ, NPM പറഞ്ഞ ന്യൂ പബ്ലിക് മാനേജ്മെന്റ്, റീഇൻവെന്റിങ് ഗവൺമെന്റ്, പുനർനിർമ്മാണം. ഗവൺമെന്റ് പല 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 പരിഷ്കാരങ്ങളും വരുന്നു അല്ലേ ഓരോ ഗവൺമെന്റിന്റെ. ഇമ്പാക്ട്, സ്വാധീനം ഓഫ് NPM, നാഷണൽ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് അപ്രോച്ച്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോ public administration has undergone a substantial transformation of the political, social, economic and cultural. വളരെയധികം മാറ്റങ്ങൾ രാഷ്ട്രീയപരമായും സോഷ്യലായിട്ടും എക്കണോമിക്കായിട്ടും കൾച്ചറായിട്ടും പല മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ ചെയ്യുക, നമ്മുടെ കമ്പനികളിലൊക്കെ ഫോറിനേഴ്സ് ഉണ്ട്, ജപ്പാൻകാരുണ്ട്, അമേരിക്കക്കാരുണ്ട്. ഈവൻ നമ്മുടെ ഇന്ത്യയില് 28 സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ട്. ഓരോരോ സ്റ്റേറ്റിനും ഓരോരോ കൾച്ചറാണ്, പക്ഷെ എല്ലാ കൾച്ചറും കൂടിയതാണ് ഇന്ത്യ. അപ്പൊ നമ്മളെ കൾച്ചറെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, ലോകം ചെറുതായിട്ടിരിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ റവല്യൂഷൻ നടക്കുന്നു. അങ്ങനെ എ ഹോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അറിയാലോ, ഇൻഫർമേഷൻ ടെക്നോളജി എത്രത്തോളം വികസിച്ചു എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഒരു കാലത്ത് എന്തായിരുന്നു, ഇന്ന് എന്താണ്. അതായത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഈവൻ അമേരിക്ക ആയിക്കോട്ടെ, ലണ്ടനിലായിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും ആയിട്ട് കോണ്ടാക്ട്. പണ്ടൊക്കെ ഈവൻ വെൻ ഐ വാസ് ഇൻ പഞ്ചാബ്, ചണ്ഡീഗഡ്, ഞാൻ വെൻ ഐ വാസ് വർക്കിംഗ് 3 ദിവസം 4 ദിവസം ട്രങ്കാൾ ബുക്ക് ചെയ്തതിലാണ് നമ്മൾ നമ്മുടെ പേരൻസിനെ ഒന്നും നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ലൈനിലായിരിക്കും. രാത്രി 12 മണിക്കൊക്കെയാണ് ചില സമയത്ത് വരിക. പക്ഷെ ഇന്ന് നോക്കൂ, 1 മിനിറ്റ് ആളുകൾക്ക് എന്താ പറയുക, ഒന്നാമത് സഹനശക്തിയില്ല, കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. പക്ഷെ നമ്മുടെ ഇത് വളരെയധികം ടെക്നോളജി വളരെ വന്നു. പിന്നെ കമ്പ്യൂട്ടിങ്, കമ്പ്യൂട്ടറിന്റെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തെല്ലാം പുതിയ പുതിയ അപ്ഡേഷൻ ആണ് നടക്കുന്നത്. പണ്ട് അനലോഗ് ടെക്നോളജി, ഇപ്പൊ ഡിജിറ്റൽ ടെക്നോളജി, ലിബറലൈസേഷൻ. ഓക്കെ, പിന്നെ ലിബറലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഉദാരവൽക്കരണം, മലയാളത്തില് ഓഫ് ട്രേഡ്, ഡീറെഗുലേഷൻ. ഓക്കെ, ഡീറെഗുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡീറെഗുലേഷൻ നിയന്ത്രണം നീക്കല്, ഡീറെഗുലേഷൻ. ഓക്കെ, ഓ ഫൈനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് സിസ്റ്റം ഗ്രോത്ത്, ട്രാൻസ്നാഷണൽ പറഞ്ഞ അന്തർദേശീയമായ കോർപ്പറേഷൻ ആൻഡ് സോ ഓൺ. ദർ ഹാസ് ബീൻ എക്സ്പെർട്ട് പറഞ്ഞ കുതിക്കുക ഇൻ ദ സ്പ്രെഡ് ഓഫ് ഗുഡ്സിന്റെ ഓരോരോ സാധനങ്ങൾ വളരെ വളരെ വർദ്ധിച്ചു വരികയുണ്ട്. ഇലക്ട്രോണിക് ഗുഡ്സ് ആയിക്കോട്ടെ, വളരെയധികം വർദ്ധിച്ചു വരികയാണ്. പണ്ട് പ്രൊഡക്ഷൻ പുതിയ പുതിയ എക്യുപ്മെന്റ്സ് വരുമ്പോൾ പണ്ട് കാറ് മാനുഫാക്ചറിംഗ് എത്ര കാർ ഉണ്ടായിരുന്നു, ഇന്ന് എന്തായിരുന്നു സ്ഥിതി? കാരണം എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് കൂടി, ടെക്നോളജി കൂടി, പ്രോസസ്സസ് കൂടി, പ്രാക്ടീസസ് കൂടി, ലോകത്തിലാകമാനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചേഞ്ചിങ് റോൾ ഓഫ് ദ സ്റ്റേറ്റ്, എവല്യൂഷൻ, പരിണാമം, ഇമ്പാക്ട് ഓഫ് ന്യൂ റൈറ്റ് ഫിലോസഫി, പുതിയ വലതു തത്വചിന്ത, പുനർനിർമ്മിക്കുന്ന ഇന്ത്യ, ഇമ്പാക്ട് ഓഫ് NPM. അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് ഇത്. അപ്പൊ നൗ വേറെ ഒരു ഇമ്പാക്ട് ഓഫ് റിഫോംസ്. ന്യൂ പബ്ലിക് മാനേജ്മെന്റ് അപ്രോച്ച്. Personal administration has undergone a substantial transformation in the political, social, economic, and cultural space across the world, changing role of the state and evolution of the NPM. ഇത് പറഞ്ഞു. State has always been at the center stage of state എന്ന് പറയുന്നത് ഭരണത്തിന്റെ ഇതാണ്, നടുക്കിലുള്ളതാണ്. ഭരണം നയിക്കുന്നത് സംസ്ഥാനമായിക്കോട്ടെ, സെൻട്രൽ ആയിക്കോട്ടെ, അതാണല്ലോ സെൻട്രൽ ആണല്ലോ സെൻട്രൽ ഗവൺമെന്റിന്റെ, സ്റ്റേറ്റ് ആണല്ലോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. ഓരോരുത്തരും പരിധിയിലുണ്ട് കേട്ടോ. അപ്പോ പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം വിത്ത് ഹൈ ഡിഗ്രി ഓഫ് റെസ്പോൺസ്. പൊളിറ്റിക്കൽ സിസ്റ്റം വളരെയധികം ഉത്തരവാദിത്തപ്പെട്ടവരാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ 5 കൊല്ലത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കണു. അവർക്ക് ഓരോരുത്തർക്കും MLAക്ക് ഒരു MP-ക്ക്, ചീഫ് മിനിസ്റ്റർക്ക്, പ്രൈം മിനിസ്റ്റർക്ക്, അങ്ങനെ പോകുന്നു. മനസ്സിലായില്ലേ? ഓരോരോ ഉത്തരവാദിത്തമുള്ള. പിന്നെ എല്ലാം മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് ആസ്പിറേഷൻ. ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളും നിറവേറ്റാനും രാഷ്ട്രീയ പ്രവർത്തകരെ അല്ലെങ്കിൽ ഗവൺമെന്റ് ശ്രമിക്കണം. ഡീറെഗുലേഷൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ സൂട്ടബിൾ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസി, റിലേറ്റീവ് സൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. അതായത് പബ്ലിക് ഫങ്ഷൻസ്, ഓരോരോ ഗവൺമെന്റിന്റെ ഫങ്ഷൻസ്, പല പല ഫങ്ഷൻസ് ഉണ്ടല്ലോ ഗവൺമെന്റിന്റെ. അനവധി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫുഡ് പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ,
പോലീസ്, ലോ ആൻഡ് ഓർഡർ അല്ലേ, ലോ ആൻഡ് ഓർഡർ, അക്കൗണ്ടിങ്, അക്കൗണ്ടന്റ് ജനറൽ, അങ്ങനെ എത്രയോ ഇതുണ്ട്, ഫുഡ് സപ്ലൈ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സോ മെനി, എഡ്യൂക്കേഷൻ, സോ മെനി തിങ്. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പോ കട്ട് ഡൗൺ ദ റേഞ്ച് ഓഫ് ഫങ്ഷൻ. അപ്പൊ എന്താ പറയുന്നത്, കുറെയൊക്കെ കമ്മിയാക്കണം. എന്നിട്ട് ഇതെല്ലാം, അതായത് അനവധി ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇത് ആവശ്യമില്ലാത്ത ചില ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതെല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ട് കഴിയണതും അധികം എന്താ അറിയോ, ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ സെക്രട്ടറി വേണം. ഡിപ്പാർട്ട്മെന്റ് കൂടുന്തോറും IAS കൂടണം, അല്ലെങ്കിൽ IPS കൂടണം, അങ്ങനെ പല പോലീസ് ഫോഴ്സ് കൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ പോലീസ് സ്റ്റേഷനോ പുതിയ ഇതൊക്കെ പോലീസും ആവശ്യമാണ് കൂടുതൽ. അപ്പൊ IAS IPS ഇത് മേപ്പെട്ടു. അപ്പൊ എക്സ്പെൻഡിച്ചർ ഷുഡ് ബി റിഡ്യൂസ് ടു ദ മാക്സിമം, ബിക്കോസ് ടാക്സ് പേയർ പൈസയാണ്. പിന്നെ വേറൊന്നും എന്താണെന്ന് വെച്ചാൽ മാനേജീരിയൽ ഓറിയന്റേഷൻ. അതായത് ആര് ടോപ്പിൽ ഇരുന്നാലും ശരി, അവർക്ക് ഓറിയന്റേഷൻ കൊടുക്കണം, പഠിക്കണം. എന്നാൽ എല്ലാം അവർക്ക് അറിയുമെന്ന് വിചാരിക്കരുത്. IAS ആയാലും ശരി, അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്, റീഫ്രഷർ കോഴ്സ് ഉണ്ട്, ട്രെയിനിങ്ങിന് പറഞ്ഞേക്കണം. ചിലർ ഫോറിൽ പോകണം, ചിലർ മുസോറിയിൽ പോകുന്നു. കാരണം പുതിയ പുതിയ ടെക്നിക്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, പഠിക്കണം. ആ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഓഫീസ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യണം, ജനങ്ങളുടെ സേവനം എങ്ങനെ ചെയ്യണം, ഇതൊക്കെ പലയിടത്തും പോയിട്ട് പഠിക്കേണ്ടി വരും. അല്ലാണ്ട് IAS സിവിൽ സർവീസിൽ എല്ലാം പഠിക്കാൻ പറ്റില്ല. പുസ്തകം വായിച്ചിട്ട് അങ്ങോട്ട് പരീക്ഷ അല്ലേ. അപ്പൊ അത് ഓൺലി അവിടുത്തെ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ പുതിയത് പലതും ദിനം പ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റൈറ്റ് ഫിലോസഫി ഞാൻ പറഞ്ഞു, കൺസെപ്ച്വൽ ഫ്രെയിം വർക്ക് പറഞ്ഞു. പിന്നെ 3E, എക്കോണമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. 3E. പബ്ലിക് ഹാസ് ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ ഗവൺമെന്റ്. ചില സമയത്ത് ഗവൺമെന്റിന്റെ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ചില സമയത്ത് പെർഫോമൻസ് ശരിയല്ല, പിന്നെ റിസ്ക് ടേക്കിങ്, പിന്നെ ഓറിയന്റേഷൻ, അതേമാതിരി മിഷൻ, ഇതൊന്നും ചില സമയത്ത് പ്രോപ്പറായിട്ട് വരുന്നില്ല. അപ്പൊ എന്താണ് ഇമ്പാക്ട് ഓഫ് ന്യൂ റൈറ്റ് ഫിലോസഫി? ഇന്ന് ഇമ്പാക്ട് എന്താണ് ന്യൂ റൈറ്റ് ഫിലോസഫിയിൽ? ഫ്രീ മാർക്കറ്റാണ്. എവിടെന്ന് വേണം ചില ആളുകൾക്ക് പർച്ചേസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോ അതിൻ്റെതായ കോട്ടങ്ങളും നേട്ടങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ എക്കണോമി വിത്ത് പ്രൈവറ്റൈസേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം. പ്രൈവറ്റൈസേഷൻ ആയതുകൊണ്ട് സെക്യൂരിറ്റി പറഞ്ഞ് ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. ഗവൺമെന്റിന്റെ സെക്യൂരിറ്റി പ്രൈവറ്റിൽ ഉണ്ടാവില്ല ചിലപ്പോൾ. പിന്നെ റീപ്ലേസിങ് ഗവൺമെന്റ് ഉദ്യോഗം പ്രൈവറ്റ് ഉദ്യോഗം തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് അറിഞ്ഞില്ലേ എന്താ സംഭവം? പിന്നെ അതേമാതിരി പ്രൈവറ്റ് കമ്പനി എന്ന് വേണമെങ്കിലും തുറക്കാം, എന്ന് വേണമെങ്കിലും അടയ്ക്കാം, എന്ന് വേണമെങ്കിലും ആളെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലേ. പ്രൈവറ്റ് അങ്ങനെയല്ല. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാൻ പോയി, പ്രൈവറ്റിന്റെ റോള് വളരെയധികം ഉണ്ട് കേട്ടോ. ഞാൻ എന്താ പറയുന്നത്, പ്രൈവറ്റിന്റെ ഒരു ദോഷമല്ല ഞാൻ പറയുന്നത്, ഗവൺമെന്റിന്റെ ഒരു ദോഷമല്ല പറയാം. ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഞാൻ എക്സാമ്പിൾ തരുന്നത് നിങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ടാണ്, ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് സ്ഥാപനമാണ് ലാർസൻ ആൻഡ് ട്യൂബ്രോ. മനസ്സിലായി? LNT. അവരുടെ സേവനം ചോദിച്ചാൽ നമ്മൾ കാണുന്ന എയർപോർട്ട്, നാഷണൽ ഹൈവേസ്, റിയാക്ടർ റിസർച്ച് സെന്റേഴ്സ്, നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, ഇതൊക്കെയാണ് അവരുണ്ടാക്കുന്നത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ലേ. ഡാം, ഫ്ലൈ ഓവർ, ഇതൊക്കെ അല്ലേ വലിയ വലിയ ബോംബെയിലൊക്കെ കാണാലോ. ഏതെല്ലാം വിധത്തിൽ വേൾഡ് ടെക്നോളജിയിലാണ് അവരുണ്ടാക്കുന്നത്. അതേ പ്രകാരം ഫോറിലും ഇതേമാതിരി ചെയ്യുന്നുണ്ട്. എത്ര വലിയ ലോങ്ങസ്റ്റ് ബ്രിഡ്ജ് അക്രോസ് ഗംഗാ റിവർ, ബ്രഹ്മപുത്ര റിവർ, ഇതേമാതിരിയുള്ളതാണ് പണിയുന്നത്. അപ്പൊ പ്രൈവറ്റിന്റെ അപാരമായ കഴിവുകളാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് നല്ല നാഷണൽ ഡെവലപ്മെന്റ് നടക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ റീഇൻവെന്റിങ് ഗവേണൻസ്. ഇതില് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, റീഇൻവെന്റിങ് ഗവേണൻസിലെ യെസ് ഓക്കെ, ഇതിലെ സ്പ്രെഡ് ഓഫ് ഇത് ഞാൻ പറഞ്ഞു. ഓക്കെ, റീഇൻവെന്റിങ് 200. ഓക്കെ, യെസ്. ഇവിടെ പറയാനുള്ളത് നമ്മുടെ പാർട്ടിസിപ്പേറ്ററി നേച്ചറാണ്, റെസ്പോൺസീവ് പീപ്പിൾ ആണ് നമ്മുടെ. ഇവിടെ റീഇൻവെന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യെസ്, ഓക്കെ. ഗ്ലോബലൈസേഷൻ 1990 റൈസ് ഓഫ് കോമ്പറ്റീഷൻ പറഞ്ഞു, ഹൈറാർക്കി, ഇൻഫ്ലെക്സിബിൾ ബ്യൂറോക്രസി, ബിസിനസ് മാനേജ്മെന്റിനെ പറ്റിയിട്ട്, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞു. പിന്നെ അതിന്റെ പുറമെ ന്യൂ റൈറ്റ് ഫിലോസഫിയെ പറ്റി പറഞ്ഞു. പിന്നെ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് പബ്ലിക് ഓർഗനൈസേഷൻ. ചില സമയത്ത് പബ്ലിക് ഓർഗനൈസേഷനെ നമ്മളെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ബൈഫർക്കേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ പല പ്രവർത്തനങ്ങളും കോൺട്രാക്ട്
ഔട്ട് ചെയ്യുന്നുണ്ട്. മേക്കിംഗ് സർവീസ് മോർ റെസ്പോൺസീവ്, പലതും നമ്മുടെ സർവീസ് കൂടുതൽ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. എൻഹാൻസിങ് സർവീസ് എത്തിക്, അതായത് സർവീസ് ഓറിയന്റഡ്. എംപവറിങ് എംപ്ലോയീസ്, അതായത് ജനങ്ങളുടെ ഇതിനു വേണ്ടിയിട്ട് എംപവർ ചെയ്യുന്നത്. നൗ നോ conclusion part. We need to look beyond new public management reforms in order to strive towards blending economic and social values. Okay, അതായത് നമ്മൾ സ്ട്രൈവ് പറഞ്ഞ പരിശ്രമിക്കുക ടുവേർഡ്സ് ബ്ലെൻഡിങ് പറഞ്ഞ മിശ്രണം ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ വാല്യൂസ്. സിറ്റിസൺ ആസ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദ രാജ്യത്തിന്റെ ഈ ഡെമോക്രസിയിൽ ആൾ വേണമല്ലോ, ആളുണ്ടെങ്കിലേ ഡെമോക്രസി വേണ്ടിച്ചുള്ളൂ. അവരുടെ എക്സ്പെക്ടേഷൻ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രവർത്തന രീതി, റെസൊല്യൂഷൻസ്, ഓരോ റെസൊല്യൂഷൻസ് ഉണ്ട്, ഓരോരോ ഇതില് പ്രമേയം, അവതരണം, ബഡ്ജറ്റ്, ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് അതിന്റെ ഫീസിബിലിറ്റി ഓഫ് ഇൻസ്റ്റാളിങ് റിഫോം പ്രോസസ്. ഒരു റിഫോം കൊണ്ടുവരുമ്പോൾ അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം, അത് നടപ്പിലാക്കാൻ പറ്റുമോ നോക്കണം കേട്ടോ. പിന്നെ ഇൻസ്റ്റാളിങ് റിഫോം പ്രോസസ് വിച്ച് ആർ ഇമ്പോസ് പാക്കേജസ് ഫ്രം അതർ കൺട്രീസ് needs to be examined in the perspective of good economic and political, അതായത് രാഷ്ട്രീയപരമായിട്ടും എക്കണോമിക് പരമായിട്ടും സാമൂഹ്യ സാമ്പത്തിക വീക്ഷണം അത്യാവശ്യമാണ്. റെസിപ്പിയൻ, അതായത് എന്താണ് നമ്മൾ ചെയ്യുന്നത്, അത് എങ്ങനെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്, അത് ജനങ്ങളെ സാമൂഹികമായിട്ടും സാമ്പത്തികമായി അഫക്റ്റ് ചെയ്യുമോ, ഇതെല്ലാം നോക്കണം. ഇതെല്ലാം പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പാർട്ടാണ് ഈ യൂണിറ്റ്. അതാണ് നെക്സ്റ്റ് യൂണിറ്റ് 15, ഫ്രം ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ഗവൺമെന്റ് നിന്ന് ഗവേണൻസിൽ, ഭരണത്തിലേക്ക്. ഓക്കെ, ഭരണം, ഗവേണൻസ് പറഞ്ഞ ഭരണം അർത്ഥമാക്കുന്നതാണ്. പിന്നെ ഗവേണൻസ് കൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, യെസ്, പ്രധാന സവിശേഷതകൾ, അതാണ് കൺസെപ്റ്റ്, ആശയം, പ്രധാന സവിശേഷങ്ങൾ, ക്യാരക്ടറിസ്റ്റിക് പറഞ്ഞ സവിശേഷതകൾ. എഗെയിൻ ഗുഡ് ഗവേണൻസ്, ബിയോണ്ട് ഗുഡ് ഗവേണൻസ്, ഗവേണൻസിന് ശേഷം. പിന്നെ ഗുഡ് ഗവേണൻസ്, ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്. ഇറ്റ് ഈസ് ദ ഓവറോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ജനങ്ങളുടെ ലൈഫും ഇത് പ്രോപ്പർട്ടിയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. സ്റ്റേറ്റ് പറഞ്ഞാൽ സെൻട്രലും സ്റ്റേറ്റും വരും. ദി പ്രോസസ് ഓഫ് ഗവൺമെന്റ് വിത്തിൻ എ ഫ്രെയിംവർക്ക് ഓഫ് ഓപ്പൺ പോളിസി മേക്കിംഗ്. അതായത് നമ്മുടെ പല പോളിസി ഉണ്ടല്ലോ, പല പോളിസി മേക്കിംഗ് ഉണ്ടല്ലോ. റൂൾ ഓഫ് ലോ, നിലവിൽ ഉള്ള നമ്മുടെ നിയമം ഒക്കെ ഉണ്ടല്ലോ, ഓരോന്നിനും നിയമങ്ങളുണ്ടല്ലോ. ഓക്കെ, അത് ലേബർ ലോസ് ഉണ്ട്, എന്തെല്ലാം ലോസ് ഉണ്ട്, ഗിഫ്റ്റ്, ഓരോ ഗവൺമെന്റ് ഓഫ് അതായത് ഈവൻ നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ്, ലേബർ ലോനെ 108 ഉണ്ട്. ഇപ്പൊ അത് 4 ചുരുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ഇപ്പോഴത്തെ ഗവൺമെന്റ് തീരുമാനിക്കുന്നുണ്ട്. അത് എല്ലാ സ്റ്റേറ്റിലും ഇംപ്ലിമെന്റ് ചെയ്തോ എന്ന് അറിയില്ല. 108 ലേബർ ലോസ് ഉണ്ട്. ഒറ്റ ലേബർ ലോന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മറ്റുള്ള ലോസോ എന്തെല്ലാം ലോസ് ഉണ്ട്. അപ്പൊ ട്രാൻസ്പെറന്റ് പ്രോസസ്, അക്കൗണ്ടബിലിറ്റി, അതാണ് വളരെ അത്യാവശ്യം. അതായത് ട്രാൻസ്പെറന്റ് പറഞ്ഞ സത്യം ഇതായിട്ട്, ഓക്കെ, സുതാര്യമായ, അക്കൗണ്ടബിലിറ്റി പറഞ്ഞ ഉത്തരവാദിത്യം, ഫ്രെയിംവർക്ക് ആൻഡ് സ്ട്രോങ് സിവിൽ സൊസൈറ്റി ടുഗദർ കൺസിഡേർഡ് ആസ് എ ഗുഡ് ഗവേണൻസ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഗുഡ് ഗവേണൻസ് ഉണ്ടാവൂ. അപ്പൊ ഗവേണൻസ്, ആശയം, ഫ്യൂച്ചർ, ക്യാരക്ടറിസ്റ്റിക്, അതിനെപ്പറ്റി ഗുഡ് ഗവേണൻസിനെ പറ്റി പറഞ്ഞാൽ അതില് പാർട്ടിസിപ്പേഷൻ അത്യാവശ്യമാണ്. ഓക്കെ, റൂൾ ഓഫ് ലോ, നിയമവാഴ്ച ഇല്ലെങ്കിൽ എന്താണ് ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ, എന്താണ് പാലസ്തീൻ, എന്താണ് സോമാലിയ, അതേമാതിരി ബാക്കിയുള്ള കൺട്രിയുടെ പേര് പറയുന്നില്ല. നോക്കൂ, നിയമവാഴ്ച ഇല്ലെങ്കിൽ എന്താ ചെയ്യുക. പിന്നെ ട്രാൻസ്പെറൻസി, റെസ്പോൺസിവ്നെസ് പറഞ്ഞാൽ പ്രതികരിക്കുക. പിന്നെ ഈക്വിറ്റി, യെസ് പറഞ്ഞ നീതി, സമത്വം. പിന്നെ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി, കാര്യക്ഷമത. അക്കൗണ്ടബിലിറ്റി പറഞ്ഞ ഉത്തരവാദിത്യം. ഓക്കെ, ബിയോണ്ട് ഗുഡ് ഗവേണൻസ്. നോ, അതാണ് ഇത്. നോ, യെസ്, ഓക്കെ, പ്രഡിക്റ്റബിലിറ്റി, ഫ്യൂച്ചറിൽ നമ്മൾ എന്താണ് ഭരണം എന്നും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഗുഡ് ഗവേണൻസ്, എന്താണ് ഭരണം? നോക്കൂ, ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കണം, ജനങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വിധത്തിലായിരിക്കണം. So the wider concept of state which encompasses government and governance. Okay, government is a major constituent of a state.
ഒരു സ്റ്റേറ്റിന്റെ ഒരു പാർട്ടാണ് ഗവൺമെന്റ്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ത്രൂ വിച്ച് ദ സ്റ്റേറ്റ്, ഗവൺമെന്റ് മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നോക്കൂ, ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാതെ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു, ബഡ്ജറ്റ് ഓരോ സ്റ്റേറ്റിന് അലോക്കേറ്റ് ചെയ്യുന്നു, ഡിഫൻസിന്, സ്പേസിന്, അത് ഇത്, അറ്റോമിക് എനർജി, ഫുഡ് സപ്ലൈ, മറ്റേത് മിലിറ്ററി, ഇത് ഡിഫൻസിന്റെ ഒക്കെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ അത് അങ്ങനെ അലോട്ട് ചെയ്യുന്നു, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ഡിഫറെന്റ് മിനിസ്ട്രീസ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അതിനൊക്കെ സെപ്പറേറ്റ് അലോക്കേഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജനങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് ടു പ്രൊട്ടക്ട് ദ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്. ആക്ച്വലി ഫണ്ടമെന്റൽ റൈറ്റിൽ പെടുന്നതാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? നമ്മുടെ മറക്കരുത്, നമ്മുടെ ഭരണഘടനാ പ്രകാരം ചില ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അതായത് ഫ്രീ, നമുക്ക് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുണ്ട്, എവിടെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്, നമുക്ക് ഏത് സ്ഥലത്ത് വീട് വയ്ക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് അസംബ്ലി ചെയ്യാനോ നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും അതേമാതിരി പല 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 നമുക്ക് റൈറ്റ് തന്നിട്ടുണ്ട്. അതേമാതിരി ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഞാൻ റൈറ്റ് നിങ്ങൾക്ക് അറിയാം, ഏകദേശം അറിയാം. ഡ്യൂട്ടി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ല. അത് ഞാൻ പറഞ്ഞു തരാം. റൈറ്റ് നിങ്ങൾക്ക് വേണ്ടമാനം അറിയാം ചില സമയത്ത്. റൈറ്റിന് വേണ്ടിയല്ലേ വി ആർ ബോതേഡ് അബൌട്ട് അവർ റൈറ്റ്, നോട്ട് ഡ്യൂട്ടി. ഫണ്ടമെന്റൽ റൈറ്റ് എന്താണ് എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? അതായത് എവിടെ പണിച്ചാലും എന്ത്, നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ഓരോരുത്തരായിട്ടുള്ള ഓരോ ഇതുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതായത് റിസർവേഷൻ ആയിക്കോട്ടെ, പല പല കാര്യങ്ങളിലുണ്ട് നമ്മുടെ റൈറ്റ് നമുക്ക് എന്താണെന്ന് അറിയാം. പക്ഷേ ഡ്യൂട്ടി നമ്മൾ മറക്കുന്നു. പറയട്ടെ എന്താന്ന്? ഇതും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പെട്ടതാണ്. എന്താണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അനവധി ആളുടെ സാക്രിഫൈസ് കൊണ്ടാണ്. അവര് നമ്മുടെ ജീവൻ ബലിയർപ്പിച്ച ആളുകളുണ്ട്. അത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ ഒന്ന് അതാണ് ഞാൻ പറഞ്ഞത്, കേട്ടോളൂ. ഈ ആളുകളെ വിസ്മരിക്കരുത്, മറക്കരുത്. അവർ ചെയ്ത സേവനം എന്നും കാത്തു സൂക്ഷിക്കണം. നമ്പർ 1 ഫണ്ടമെന്റൽ ഡ്യൂട്ടി. ഞാൻ ഓർമ്മയിലുള്ളത് പറയണേ. 2, ഇത് നിങ്ങളുടെ ബുക്കിലുള്ളതല്ല എങ്കിലും രണ്ടാമത്തെ ഇത് നിങ്ങൾ ഓർക്കണം. കാരണം എല്ലാവരും ഫണ്ടമെന്റൽ റൈറ്റിന് വേണ്ടി വാദിക്കും, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലെ ചില സമയത്ത് ചെയ്യാതെ വരും. 2, നമ്മുടെ ഫ്ലാഗ്, നാഷണൽ ഫ്ലാഗ് എപ്പോഴും നമ്മൾ ആദരിക്കണം. അത് അറിയാലോ എങ്ങനെ. 3 കളറ്, അതേ പ്രകാരം എപ്പോഴാണ് ഇത് ചെയ്യണം, സല്യൂട്ട് ചെയ്യണം, ജനഗണമന പാടണം. ഇതൊക്കെ നിർബന്ധമാണ്. അതായത് ഓരോരോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഹൈക്കോർട്ടായിക്കോട്ടെ, സുപ്രീം കോർട്ടായിക്കോട്ടെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ എല്ലാം ഫ്ലാഗ്, ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ വേണം. പക്ഷെ ഇതിൽ നിയമങ്ങളുണ്ട്. ഫ്ലാഗ് തോന്നുന്ന മാതിരിയല്ല. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് ശേഷവും സൂര്യ അസ്തമയത്തിന് മുമ്പെയാണ് നാഷണൽ ഫ്ലാഗ്. പിന്നെ മഴയത്ത് താത്തണം. നാഷണൽ ഫ്ലാഗ് ഉയർത്തുമ്പോഴും നാഷണൽ ഫ്ലാഗ് താഴ്ത്തുമ്പോഴും സല്യൂട്ട് ചെയ്യണം. ആരാണ് ചിലത്. അതേമാതിരി പിന്നെ അതിനെ പറ്റിയിട്ട് അപ്പൊ അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. വളരെയധികം റെസ്പെക്റ്റോട് വേണം. അപ്പൊ അങ്ങനെ ഡ്യൂട്ടീസ് കണ്ടമാനം നമുക്കുണ്ട്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ രാജ്യത്തിന് അത്യാവശ്യമാകുമ്പോൾ നമ്മൾ എപ്പോഴും രാജ്യസേവനം ചെയ്യാൻ തയ്യാറാകണം. അതും ഒരു ഇതാണ്. അങ്ങനെ പലതും ഉണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. ഓക്കെ. അപ്പോൾ വേറൊന്ന്, ടു പ്രൊവൈഡ് നമ്മുടെ സൂട്ടബിൾ ലിവിങ് എൻവയൺമെന്റ്, നമ്മുടെ അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ലോ ആൻഡ് ഓർഡർ. ഇന്ന് കാണുന്ന നമ്മൾ അനുഭവിക്കുന്നത് ലോ ആൻഡ് ഓർഡർ. നോക്കൂ, നമ്മൾ രാത്രി ഉറങ്ങുന്നില്ലേ? രാത്രി ഉറങ്ങുന്നത് പക്ഷേ നമ്മുടെ ഭടന്മാരെ ശരിയെന്ന് ആലോചിച്ച് നോക്കൂ. കാർഗിലൊക്കെ -20, -25 ഇതിലാണ് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടില്ലേ, എത്രയോ പേര് മരിച്ചു റീസെന്റ് ആയിട്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈസ്റ്റേൺ സെക്ടറിൽ മഞ്ഞ് മല വീണിട്ട്. അവരെല്ലാം രാജ്യസേവനമാണ്, രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോൾ അവർ ഉണർന്നിരിക്കുന്നു. മനസ്സിലായില്ലേ? അവരുടെ സേവനം അതാണ്. പിന്നെ അപ്പോൾ മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ. അത് നമ്മുടെ ബോർഡറിലായിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റേറ്റിലായിക്കോട്ടെ, എല്ലാം അത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. പിന്നെ ലോ ആൻഡ് ഓർഡർ മെയിൻ്റെനൻസ് ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ്. പട്ടാളത്തിന്റെ വേറെ, അത് മിലിറ്ററി ഓപ്പറേഷൻസ്. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്ത പിന്നെ ഓപ്പൺ പോളിസി മേക്കിംഗ്. പോളിസി ഓപ്പൺ ആയിരിക്കണം. അല്ലാണ്ട് കോൺഫിഡൻഷ്യൽ ആവരുത്. പോളിസി എപ്പോഴും ഉണ്ടാക്കുന്നത്
ജനങ്ങളോട് കൺസൾട്ട് ചെയ്തിട്ട് പല ഡിബേറ്റ് നടന്നതിന് ശേഷം പോളിസി ഉണ്ടാകുക, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല ജനങ്ങൾ. പിന്നെ റൂൾ ഓഫ് ലോ പറഞ്ഞു, ട്രാൻസ്പെറന്റ് പ്രോസസ് ആയിരിക്കണം, അക്കൗണ്ടബിലിറ്റി ഫ്രെയിം വർക്ക്സ്, എന്ത് ചെയ്യുന്നത് അത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. പിന്നെ വേറൊന്ന്, സിറ്റിസൺസ് ആർ ഓൾസോ ബിക്കമിങ് കോൺഷ്യസ് അബൌട്ട് ദ റൈറ്റ്സ് ആൻഡ് ജനങ്ങൾക്ക് അറിയാം അവരുടെ റൈറ്റ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന്. പണ്ട് അത്ര അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വിദ്യാസമ്പന്നരാണ്, എത്രയോ കോളേജസും എല്ലാവരും പഠിച്ച് ഓരോ സ്റ്റേറ്റും വളരെയധികം ഡെവലപ്പ് ചെയ്ത് വരികയാണ് എഡ്യൂക്കേഷൻ വൈസ് ഓൾസോ. അപ്പോൾ അവർക്ക് അവരുടെ റൈറ്റും ഡ്യൂട്ടിയൊക്കെ അറിയാലോ. പണ്ട് അപ്പൊ അവർക്ക് അവയർനെസ് കൊടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അറിയാം, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലേ. അപ്പൊ അത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ഹയർ എഡ്യൂക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറിൽ പോകണമായിരുന്നു അല്ലേ. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മുടെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് വളരെ വിരളായിരുന്നു. ബോംബെ, കൽക്കട്ട, മദ്രാസ്, ഡൽഹി, അതേമാതിരിയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗർ യൂണിവേഴ്സിറ്റി, അതേമാതിരിയുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നല്ലോ. ഇന്ന് എത്ര അറിയാമോ നിങ്ങൾക്ക്? മോർ ദാൻ 800 യൂണിവേഴ്സിറ്റീസ് ആർ ദർ ഇൻ ഇന്ത്യ ഓൺലി. ഏറ്റവും കൂടുതൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള തേർഡ് ബിഗസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ. പിന്നെ IITs, IIMs, IIM ഇതൊക്കെ എത്രയോ പണ്ട് 4 ഇപ്പൊ അത് പോയിട്ട് 20 മീതെയായി. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും അതേമാതിരി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഉണ്ട്, ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, മെഡിക്കൽ ആർട്സ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ വളരെ നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ഇന്ത്യ കൈവരിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? എല്ലാ സെക്ടറിലും എവിടെയും നമ്മൾ മറ്റുള്ളവർക്ക് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഇവിടെ തന്നെ. പിന്നെ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഡോക്ടർ, നമ്മുടെ മെഡിസിന്റെ ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇന്ന് നോക്കൂ, സ്പെഷ്യലിസ്റ്റ് എല്ലാ വിധത്തിലും കാർഡിയോ, ഏത് വിധത്തിലുള്ള അത് ചെയ്യുന്ന അത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അത്ര സ്പെഷ്യലിസ്റ്റ്, ക്യാൻസർ ആയിക്കോട്ടെ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആയിക്കോട്ടെ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആയിക്കോട്ടെ, ഏത് വിധത്തിലാണെങ്കിലും അത്ര വളരെ ഇന്ത്യ വളരെ പുരോഗമിച്ചു പോയിരിക്കുന്നു. മനസ്സിലായില്ലേ? പിന്നെ ചേഞ്ചിങ് നേച്ചർ ഓഫ് ടാസ്ക് ഓഫ് ഗവൺമെന്റിന്റെ ടാസ്ക് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ കൊല്ലം മാറി കൊണ്ടുവരികയാണ്. പിന്നെ സൊസൈറ്റി ഫങ്ഷൻ വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ സ്റ്റേറ്റ്. ഓരോരോ സൊസൈറ്റി ഓരോ ബൗണ്ടറി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ. യെസ്, നമ്മുടെ ഇന്ത്യ നോക്കുക, നമ്മുടെ സ്റ്റേറ്റിൽ നോക്കുക, എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ, ഓരോരോ നോക്കുക, സെൽഫ് സഫിഷ്യൻസി, അതായത് സാമ്പത്തിക, നമ്മുടെ GDP ഇതൊക്കെ മേപ്പെട്ട് പോയിക്കൊണ്ടിരിക്കില്ലേ. ഇന്ത്യ വളരെ വളർന്നു വന്ന് മറ്റുള്ള രാഷ്ട്രങ്ങളെ മാതിരി അല്ല. ഇന്ത്യക്ക് പുരോഗമനം അപ്വേർഡാണ്, നമ്മുടെ മേപ്പെട്ട പോണെന്ന് വളരെയധികം, അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്തു പോകുന്നു നമ്മുടെ. കാരണം നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടർ ആയിക്കോട്ടെ, വളരെയധികം വിദ്യാസമ്പന്നരായ ജനതയാണ് ഇന്ത്യ. ഹ്യൂമൻ റിസോഴ്സസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്, IT വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഫോറിനിലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ, അല്ലെങ്കിൽ ഫോറിനിലായിക്കോട്ടെ നോക്കിക്കോളൂ, എല്ലായിടത്തും നമ്മുടെ ഇന്ത്യക്കാർക്ക് ജോലി കിട്ടുന്നതിന് ഫോറിനിലെ. കാരണം നമ്മളെ ഇംഗ്ലീഷ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണല്ലോ. അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട്, അപ്പൊ അമേരിക്കയിലൊക്കെ പോയാൽ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവില്ല. നേരെ മറിച്ച് ചൈനക്കാരും ജപ്പാൻകാരും പോയി അവരവരുടെ ഭാഷയിലേ സംസാരിക്കൂ, റഷ്യക്കാർ പോയി റഷ്യൻ ഭാഷയിൽ സംസാരിക്കൂ. പക്ഷെ നമ്മുടെ ആളുകൾക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ ഹിന്ദി, ഇംഗ്ലീഷ്, അതേമാതിരി ലോക്കൽ ലാംഗ്വേജ് ഒക്കെ ഫ്ലുവൻ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ IT സെക്ടറിലായിക്കോട്ടെ, വേറെ ഏത് സ്പേസ് സെക്ടറിലായിക്കോട്ടെ, വേറെ ഏത് സെക്ടറിലെ, വി ഹാവ് ഗോട്ട് വെരി ഗുഡ് ടാലന്റഡ് പേഴ്സൺ ആൻഡ് അതെ produced by IITs, IIMs and medical colleges and many other universities അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത ഹൈലി ടാലന്റഡ് പേഴ്സൺസ് ആണ്. ത്രൂ ഔട്ട് ദ വേൾഡ് ദേ ആർ വർക്കിംഗ്. അതേമാതിരി റീസെൻ്റ്ലി ഞാൻ കണ്ടു വാട്സപ്പില്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ എല്ലാം ആൾമോസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഇന്ത്യയിലത്തെ ആളുകളുണ്ട്. അതാണ് അതിരസകരമായ സംഭവം. ടോപ്പ് ഓർഗനൈസേഷൻസ് നമ്മുടെ ലോകത്തിലെ, അതിൻ്റെ മെജോറിറ്റി, ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ മാനേജിംഗ് ഡയറക്ടർ ഓർ പ്രസിഡന്റ് ഓർ വാട്ട് ഇത് ഇന്ത്യയിലത്തെ ആളുകളാണ്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഗുണങ്ങൾ. പിന്നെ എങ്കിലും പിന്നെ പബ്ലിക്കിൻ്റെയും പ്രൈവറ്റിൻ്റെയും ചില ഡിസ്ട്രക്ഷൻസ് ഉണ്ട്. നോക്കൂ, പബ്ലിക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്, പ്രൈവറ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ചില സമയത്ത് ഈ ഗവൺമെന്റിന്റെ പ്രൈവറ്റ് പോകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം റിട്രെഞ്ച്മെന്റ് ഓഫ് ദ പീപ്പിൾ, അതേമാതിരിയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ഓബ്ലിഗേഷൻ ടുവേർഡ്സ് ദ സൊസൈറ്റി. നൗ മേജർ പ്രോബ്ലംസ് ഓഫ് ഗവേണൻസ്. ഇനി ഭരണത്തിന്റെ ചില വീഴ്ചകൾ. ഒന്ന്, ലോസ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല.
ഇപ്പൊ ടാക്സ്, ഞാനൊരു കാര്യം പറയട്ടെ. സുപ്രീം കോടതിയുടെ ഒരു ഓർഡർ ഉണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പേ. കാരണം പിന്നെ ഐ വാസ് HR ഹെഡ് ആക്ച്വലി ഇൻ ദ ഡിഫൻസ് സെക്ടർ. ഈവൻ മോഡൽ കോണ്ടാക്ട് റൂൾസിലൊക്കെ ചേഞ്ച് ചെയ്താണ് അക്കോർഡിംഗ് ടു സുപ്രീം കോടതി. അതായത് സെക്ച്വൽ ഹാരസ്മെന്റ് അറ്റ് ദ വർക്കിംഗ് പ്ലേസ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു ലോ ഉണ്ട് സുപ്രീം കോടതി. പക്ഷെ അത് എവിടെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പൊ ലോ ഉണ്ട്, പക്ഷെ അത് ഇംപ്ലിമെന്റേഷൻ, ഞാൻ പറഞ്ഞത് മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്, ഓരോരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ലോ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഓരോ ലോ ഉണ്ടാക്കുന്നത് ഓരോരോ സേവനമാണ് ഓരോരുത്തർക്ക്. അപ്പൊ അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം, അതായത് ഇമ്പാർഷ്യൽ ആയിട്ട് കേട്ടോ. അപ്പൊ അതാണ് ഇമ്പോപ്പറബിൾ. പിന്നെ ഡിലേ ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ ഇന്നൊരു ഡിസിഷൻ എടുക്കുന്നു, 4 കൊല്ലം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഒരു എഫക്റ്റും വരില്ല. അപ്പോൾ അതൊന്ന്. പിന്നെ പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ല, പല കാര്യങ്ങളും അക്കൗണ്ടിങ് സിസ്റ്റം ഇല്ല. ഇതിൽ എത്ര പൈസ ചെലവഴിച്ചു, ഒന്നും ഓഡിറ്റ് ചിലപ്പോൾ നടക്കുന്നില്ല, ഓഡിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല, ഓഡിറ്റിന്റെ റിപ്പോർട്ട് കൺസിഡർ ചെയ്യുന്നില്ല. വളരെ സെറ്റ് ബാക്ക് ആണത്. കാരണം ഗവൺമെന്റ് നിന്നാണ് പൈസ പോകുന്നത്, അത് ഓഡിറ്റ് ചെയ്യണം. പക്ഷെ ചില കാര്യങ്ങൾക്ക് ഓഡിറ്റ് ഇല്ല കേട്ടോ. അതായത് നമ്മുടെ ഇത് കൺകറന്റ് ലിസ്റ്റില് ചില ഇതുണ്ട്, എക്സ്പെൻഡിച്ചറൊക്കെ ചിലതുണ്ടല്ലോ, ചിലത് പ്രസിഡന്റിന്റെ ശമ്പളം, ഗവർണറുടെ ശമ്പളം, കൺട്രോളറിന്റെ ഓഡിറ്ററിന്റെ ശമ്പളം, ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം, അതൊക്കെ ഇല്ല. അതൊന്നും ഓഡിറ്റില്ല, കാരണം അതെല്ലാം ഫിക്സഡ് ആണ് ആൾറെഡി. അതിലൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ട് 10 രൂപ അങ്ങോട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, നിയമപ്രകാരം മാത്രമേ കൊടുക്കൂ. അവരുടെ സാലറി ഫിക്സ് ചെയ്ത് പാർലമെന്റ് ആണ് അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യമുണ്ട്. പിന്നെ അപ്പൊ അതൊന്ന്. പിന്നെ കറപ്ഷൻ എന്താ പറയുന്നത്, മേജർ പബ്ലിക് പ്രോബ്ലംസ് കറപ്ഷൻ ഇവര് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കൂടുതൽ പറയുന്ന റെഗുലേറ്ററി റൂൾസ് ദാറ്റ് ഇംപീഡ് ദ ഫങ്ഷനിങ് ഓഫ് റെഗുലേഷനിലെ, അത് ചില സമയത്ത് നമ്മുടെ പ്രോഗ്രസിനെ അത് അഫക്ട് ചെയ്യുന്നു. പല നിയമങ്ങളും പല ലൈസൻസും ഓരോരോ ഗവൺമെന്റിന്റെ 100 പല സ്ഥലത്ത് നമ്മൾ പോകണം ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ അത് ഈസി ഇംപ്ലിമെന്റേഷൻ അല്ല. നമ്മുടെ ലൈസൻസ് രാജ്യന്റെ അതൊക്കെ എടുത്തു കളഞ്ഞ് ലിബറൽ ആറ്റിറ്റ്യൂഡ് ആയാലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ കൺട്രിയും എല്ലാ സ്റ്റേറ്റും വികസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകൂ. ചിലയിടത്ത് ലാൻഡ് അവൈലബിലിറ്റി ഇല്ല, ചിലയിടത്ത് ലാൻഡ് ഉണ്ട്, പക്ഷെ മറ്റുള്ള സാഹചര്യങ്ങൾ വാട്ടർ ഉണ്ടാവില്ല, വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ മിനറൽസ് നോക്കൂ, മിനറൽസ് എല്ലാം ഈസ്റ്റ് പാർട്ട്, അവിടെ സെൻട്രൽ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദ കൺട്രിയാണ് മിനറൽസ്. പക്ഷെ നമ്മുടെ ഈ സൈഡില് വെള്ളം ധാരാളമുണ്ട് അല്ലേ, ഇങ്ങോട്ടൊക്കെ. പക്ഷെ പല എല്ലായിടത്തും ഉണ്ട് വെള്ളം, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില ഇതൊക്കെ പല ഓരോന്നും അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് പിന്നെ നമുക്കുള്ള മിനറൽസും വെള്ളവും മറ്റേ നാച്ചുറൽ റിസോഴ്സസും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, അതും തെറ്റാണ്. അതായത് എത്രത്തോളം ഉണ്ട്, വെള്ളം എന്തുണ്ടോ അത് കുഴിച്ചെടുത്ത് വെള്ളം ഇല്ലാണ്ടിരിക്കുക. അതേമാതിരി മിനറൽസ് കുഴിച്ച് ഉദാഹരണം കോലാർ ഗോൾഡ് മൈൻ, ഇപ്പൊ ആ ഗോൾഡ് മൈനിന്റെ കിണറെല്ലാം മൂടി, അതിൽ ഗോൾഡും ഇല്ല, യാതൊന്നുമില്ല. അപ്പൊ എത്രത്തോളം കിട്ടും അത്രത്തോളം, അതല്ല, നാളെ വരുന്ന ജനറേഷന് വേണ്ടി നമ്മൾ കരുതി വെക്കണം. വെള്ളമായാലും ശരി, വാട്ടർ ആയാലും ശരി, എന്തായാലും ശരി, റിസോഴ്സസ് അതിനുള്ള ഇതും കൂടി നമുക്ക് വേണം, സിമ്പതി. കാരണം എല്ലാം നമ്മൾ കുഴിച്ചെടുത്ത് എല്ലാം നമ്മൾ അനുഭവിച്ചാൽ നാളേക്ക് വേണ്ടിയിട്ടും നമ്മൾ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇപ്പൊ കാട്, ഫോറസ്റ്റ് എന്താണ്, അതാണ് കാലാവസ്ഥ നിയന്ത്രിക്കുന്നത്. കാലാവസ്ഥ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താ സ്ഥിതി അറിയാലോ, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, പിന്നെ പല നേച്ചറൽ കലാമിറ്റീസ് ഉണ്ടാവല്ലോ. അപ്പൊ അതൊക്കെ നമ്മളെ ശ്രദ്ധിക്കണം. ഇനി 4 key dimensions ഓഫ് ഗവേണൻസ്. പബ്ലിക് സെക്ടർ മാനേജ്മെന്റ് ഇന്ത്യയിൽ അനവധി 300, ഇന്നിപ്പോ ഞാൻ റിപ്പോർട്ടിൽ കണ്ടു 340ഓളം പബ്ലിക് സെക്ടർ ഉണ്ട്. ഒരു വരുൺ ഗാന്ധിയുടെ റിപ്പോർട്ട് കിട്ടി ഞാൻ ഹിന്ദുവില്. അതില് 340ഓളം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ട്. അതില് വളരെ അതായത് എന്താ പറഞ്ഞ പബ്ലിക് സെക്ടറിന്റെ മാനേജ്മെന്റ് ഇപ്പൊ ഫാർ ബെറ്റർ ആണ് കേട്ടോ. എന്താ കാരണം വെച്ചാൽ അത് ഞാൻ പറയാം എന്താ മാനേജ്മെന്റ് എന്ന്. പണ്ട് ചെയർമാൻ ഒരാളായിരുന്നു, മാനേജിംഗ് ഡയറക്ടർ ഒരാളായിരുന്നു. ചെയർമാൻ പൊളിറ്റീഷ്യൻ ആയിരിക്കും, മാനേജ്മെന്റ് ടെക്നോക്രാറ്റ് ആയിരിക്കും. രണ്ട് തമ്മിലും ക്ലാഷ് വരും. അപ്പൊ ഇംപ്ലിമെന്റേഷൻ ഒന്നും നടക്കില്ല, പ്രോപ്പറായ രീതിയിൽ. ഇപ്പൊ അങ്ങനെയല്ല, നോ ഇപ്പോ വളരെയധികം എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് 5 കൊല്ലമാണ്. അപ്പൊ പബ്ലിക് സെക്ടർ മാനേജ്മെന്റ് അക്കൗണ്ടബിലിറ്റി വേണം. പിന്നെ ഇൻഫർമേഷൻ ട്രാൻസ്പെറൻസി അത്യാവശ്യമാണ്. ഓക്കെ, വളരെ അത്യാവശ്യമാണ്. ഇനി കൺക്ലൂഷൻ, സി 5th unit conclusion. Transition from government to governance involves a shift from top-down political setup to multiple agencies, situations and system with interlinkages. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് പിന്നെ ട്രാൻസിഷൻ പറഞ്ഞ സംക്രമണം. ഓക്കെ, ഫ്രം ഗവൺമെന്റ് ടു ഗവേണൻസ്, ഗവൺമെന്റിൽ നിന്ന് ഗവേണൻസിലേക്ക്. ഗവൺമെന്റ് ഉണ്ട്, അതിന്റെ ഭരണം. ഓക്കെ, ഇൻവോൾവ് എ ഷിഫ്റ്റ് ഫ്രം ദ ടോപ്പ് ഡൗൺ, മുകളിൽ നിന്ന് താഴെ. അതായത്
ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് വരെയുള്ള ഭരണം വളരെ 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 ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതാണ് പറയുന്നത്. സോ മൾട്ടിപ്പിൾ ഏജൻസി, അപ്പം മൾട്ടിപ്പിൾ ഏജൻസി ഇല്ലേ? മൾട്ടിപ്പിൾ ഏജൻസി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, പഞ്ചായത്ത് രാജ്, ലോക്കൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ അത് വളരെ വിധത്തിൽ അത് ടോപ്പ് ഡൗൺ, മുളന്ന് കീഴ്പ്പെട്ട് അത് നടക്കണം. പിന്നെ ഗുഡ് ഗവേണൻസ് ആയിരിക്കണം, ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം, ചെയ്യുന്ന കാര്യങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി വേണം, നിയമത്തിന് അതീതമായി പ്രവർത്തിക്കരുത്, ഇന്റിഗ്രിറ്റി, ഹോണസ്റ്റി, സത്യസന്ധത വേണം. അതേമാതിരി പിന്നെ സൂപ്രമസി ഓവർ ടൈം, അതായത് ഒരു ടൈമിന് എല്ലാതും കംപ്ലീറ്റ് ചെയ്യണം, അതായത് ഓവർ റൺ ചെയ്യാൻ പാടില്ല, അപ്പൊ എക്സ്പെൻഡിച്ചർ കൊടുക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ് ആൾ പ്രൊജക്ട്സ് ആർ ടു ബി കംപ്ലീറ്റഡ്. എല്ലാ നമ്മുടെ ഗവൺമെന്റ് പ്രോമിസ് ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. ഓക്കെ, അതാണ് ഇത് ഈ യൂണിറ്റിൽ അടങ്ങിയത്. ബാക്കിയുള്ളത് നമ്മൾ നാളെ പറയുന്നതായിരിക്കും. ഓക്കെ.